ഇരിക്കുന്നത് ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളൊരു രീതിയിലോട്ട് അവർ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഒരു അപകടം പിടിച്ച പണിയാണ്. അപ്പോൾ ഇതിനെതിരെയാണ് ഞങ്ങൾ ആ ഫസ്റ്റ് മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ യൂട്യൂബിൽ ഒരു സെറ്റ് ഓഫ് സീരീസ് ഓഫ് വീഡിയോസ് ചെയ്ത്. അവർ എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന ആളുകളാണ്. അതാണ് അതിൽ ഏറ്റവും വലിയ തമാശ. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ വരെയാണ് ചാക്കിട്ട് പിടിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ സംശയങ്ങളെല്ലാം ഉത്തരം കൊടുക്കുന്നത് ഇത്തരം വളരെ IIT-യിലും NIT-യിലും പഠിച്ച അധ്യാപകരാകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം അവരെയാണ് ആദ്യം, കാരണം ഇവർ പഠിക്കുന്നത് എന്തിനാണ്? ഈ പറയുന്ന എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പോകുന്ന പിള്ളേരെ അവരുടെ അധ്യാപകർ IIT-യിലും NIT-യിലും പഠിച്ചിട്ടുള്ള അധ്യാപകർ പറയുമ്പോൾ അത് വിശ്വസിക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ അതിനൊന്ന് പൊളിച്ചെടുക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ഓഫ് സീരീസ് ഓഫ് വീഡിയോസ് തുടങ്ങിയത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ ടോക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം, ഇപ്പം അന്ന് ഞാൻ ചോദിച്ച ചോദ്യം തന്നെയാണ്. അതായത് ഇപ്പോൾ സാധാരണ പറയാറുണ്ട് ഈ കുരിശ് കണ്ട ചെകുത്താൻ എന്നൊക്കെ പറയുന്ന മാതിരി നമ്മളുടെ ഇപ്പം എൻ്റെ ഒരു പ്രസൻസ് എവിടെയെങ്കിലും ഇതുപോലുള്ള വേദിയിൽ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജോലി വരെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചൊരു കാര്യമാണ്, നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച്, ഇദ്ദേഹം ഒരു അധ്യാപകനാണ്, ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ അത് ജോലിയെ ബാധിക്കുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നത്. അത് അങ്ങനെ ബാധിച്ചിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. തീർച്ചയായിട്ടും. ഇല്ലയെന്നൊന്നും പറയുന്നില്ല. ഞാൻ വർക്ക് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പച്ചയ്ക്ക് സയൻസ് പറയുമ്പോൾ അല്ലെങ്കിൽ ബിഗ് ബാങ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും അത് ചെറുതായിട്ട് നോവുന്നുണ്ടാവാം. അവരുടെ പാരൻസിനോട് പറയുന്നുണ്ടാവും. പാരൻസ് വന്ന് മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വന്ന് പറയുന്നുണ്ടാവും. മാനേജ്മെൻറ്റ് എന്നെ വിളിക്കുന്നു, എന്നിട്ട് ചോദിക്കുന്നു, പൗലോ സർ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത് നമുക്ക് ഒഴിവാക്കി കൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തിരിച്ച് പറയുന്ന ഉത്തരം, നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്നെ ഒഴിവാക്കാം. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. കാരണം ഞാൻ പറയുന്നത് സയൻസ് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളത് സയൻസ് അല്ല എന്ന് പ്രൂവ് ചെയ്യുക, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ള. അപ്പോൾ പല സമയത്തും പ്രഷർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മളെ താങ്ങി നിർത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെയാണ്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉള്ളിടത്തോളം ഇറ്റ്സ് ഫൈൻ. മാക്സിമം സയൻസ് അവരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മളന്ന് ആ പരിപാടി നടത്തിയപ്പോൾ പോലും ആ സംഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫോണിൽ വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് അറിയാലോ, എന്താ പേര് ഞാൻ മറന്നുപോയി. അതിലേക്ക് വിദ്യാർത്ഥികൾ വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങളുടെ പരിപാടി കണ്ടപ്പോഴാണ് ഈ നമ്മളുടെ എൻട്രൻസ് കോച്ചിങ്ങിന് ഞങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇന്നതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അതോടുകൂടി അവരുടെ പരിപാടി കാണുന്ന പരിപാടി നമ്മൾ നിർത്തി, അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നിർത്തി എന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് വരുന്നൊരു കാഴ്ച. അപ്പോൾ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ട്. ഇപ്പം എല്ലാവരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ തൊട്ട് മുന്നേ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഈ രാഷ്ട്രീയവുമായി കണക്ട് ചെയ്തുകൊണ്ടൊക്കെ. അപ്പോൾ നമ്മളുടെ ഒരു ധാരണ ഇതൊക്കെ പുറത്തുനിന്ന് ആരോ വന്ന് ഇത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സാധനമാണെന്നുള്ള രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളിലൂടെ തന്നെയാണ് ഈ മാറ്റം സംഭവിക്കുക. അത് വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങണം എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ പൗലോസിൻ്റെ ഈ അനുഭവം എന്ന് പറയുന്നത് നേർക്ക് നേരെ ആ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തലാണ്. അപ്പോൾ അതിൽ ഉറച്ചു നിന്നതിനും ആ ഭീഷണികളുടെ മുന്നിൽ വഴങ്ങാതെ ഉറച്ചു നിന്നതിന് വലിയൊരു കയ്യടി പൗലോസിനെ നമ്മൾ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. താങ്ക് യു. യെസ്, ഇനി നമ്മളുടെ ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചു, അണ്ടകടാഹം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ പ്രപഞ്ചം അത് ഉണ്ടാക്കിയത് ആരാണ്, ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനൊരു ട്രോൾ മോഡലിൽ ഉത്തരം പറയുകയാണെങ്കിൽ അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ എന്നുള്ളൊരു രീതിയിൽ നമുക്കൊന്ന് ട്രോളാം. പക്ഷെ എന്താണ് അതിൻ്റെ പുറകിലുള്ള സയൻസ് എന്ന് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇതാണ് പ്രശ്നം. ആ വാക്കാണ്. എന്ത് കണ്ടാലും അവിടെ ഒരു നമ്മുടെ RCയുടെ ഭാഷയിൽ ഒരു ഉണ്ടാക്കർ അതിൻ്റെ പുറകിൽ വേണം എന്നുള്ളൊരു തെറ്റിദ്ധാരണ. ഇപ്പം നമ്മൾ ഫിസിക്സ് പഠിപ്പിക്കുമ്പോഴൊക്കെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെറിയ ക്ലാസ്സുകളിലെ പിള്ളേരെ നമ്മൾ പഠിപ്പിക്കുകയാണ്, ഫിസിക്സ് പഠിപ്പിക്കുകയാണ്. ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ നമ്മൾ പ്രോട്ടോൺ ഒരു ഉണ്ടയാണ്, ഇലക്ട്രോൺ ഒരു ഉണ്ടയാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ +1 +2 ക്ലാസ്സുകളിലോട്ട് എത്തിക്കുമ്പോൾ പയ്യെ അതിൻ്റെ രീതിയൊക്കെ മാറും. ഈ പ്രോട്ടോണും നമ്മൾ ഇലക്ട്രോണുകളൊന്നും ഈ കാണുന്ന, നിങ്ങൾ മനസ്സിൽ കാണുന്ന ഉരുണ്ട സാധനമല്ല, അതൊരു വേവാണ്, അല്ലെങ്കിൽ ഒരു വേവിക്കളാണ്, അല്ലെങ്കിൽ പാർട്ടിക്കിളും വേവും ഒക്കെ ചേർന്നതാണ് എന്നുള്ള രീതിയിലോട്ട് പയ്യെ മാറും. വീണ്ടും കുറച്ചും കൂടി മുമ്പിലോട്ട് പോകുമ്പോൾ ഭാഷ തന്നെ കുറച്ച് കഠിനമായി മാറും എന്നുള്ളതാണ്. അപ്പോൾ
പ്രപഞ്ചം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണോ എന്നുള്ള, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നൽ മാത്രമാണ്. ഇതെല്ലാം ആരോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ മാത്രമാണ്. ബട്ട് നമുക്ക് ഒരു തെളിവ് പോലും, ഒരൊറ്റ തെളിവ് പോലും നമ്മുടെ മുമ്പിൽ അത് വെക്കാനില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മൾ പറയുമ്പോഴും അവിടെ വരുന്നൊരു വാദമാണ്, ഇത് എല്ലാം വളരെ ഫൈനായിട്ട് കാര്യങ്ങൾ സംവിധാനിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു സംവിധാനം നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സംവിധാനം പെർഫെക്റ്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ഫൈൻ ട്യൂണിങ് അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരാൾ വേണ്ടേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഉണ്ടാക്കുന്നതൊക്കെ മാറ്റി വെക്കുക. ഇപ്പോൾ അതിന് പല ഉദാഹരണങ്ങൾ അവർ പറയാറുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ജീവൻ, ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നു. അപ്പോൾ അതിന് ആ ജീവൻ നിലനിർത്താൻ സാധിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ സംവിധാനിച്ചത് കൊണ്ടല്ലേ ജീവൻ നിലനിൽക്കുന്നത് എന്ന ഒരു ചോദ്യമാണ് അവിടെ വരിക. അപ്പോൾ ഫൈൻ ട്യൂൺ ഇല്ലേ? ഫൈൻ ട്യൂൺ ഉണ്ടോ? നമ്മളുടെ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ ട്യൂണിങ് ഇല്ല. ഫൈൻ ട്യൂണിങ് പോലെ നിങ്ങൾക്ക് തോന്നൽ മാത്രമാണ്. നിങ്ങൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ, അതായത് ഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഭൗതികശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ നയിക്കുന്ന, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ഇത് എല്ലാ കാര്യങ്ങളും ഇതുപോലെയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിലുള്ള പ്രാപഞ്ചിക ശക്തികൾ, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെ ഈ പറയുന്ന ഈ രീതിയിലോട്ടാക്കി എടുക്കുന്ന ചില നമ്പറുകളുണ്ട്. നമ്മുടെ യൂണിവേഴ്സിൽ നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് നമ്പറുകൾ, ഈ നമ്പറുകൾ വെച്ചിട്ടാണ് ഈ വിശ്വാസികളുടെ കളി. അതൊരു നമ്പറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവരുടെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷർ ചെയ്തെടുത്തിട്ടുള്ള നമ്പറുകൾ, ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ഇലക്ട്രോൺ, അതിൻ്റെ ചാർജ്, വെളിച്ചത്തിൻ്റെ വേഗത, ഇങ്ങനെ കുറച്ച് 26ഓളം നമ്പറുകളുണ്ട്. ഇതിന് കൃത്യമായിട്ട് എങ്ങനെ ആ നമ്പറുകൾ വന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല, വിച്ച് ഈസ് എ ഫാക്റ്റ്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കുന്നു. അവിടെയാണ് ഇവർക്കുള്ള കളി. ഇവരുടെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എവിഡൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് അവർ കയറി കളിക്കുക. അതായത് ഈ നമ്പറുകൾ എങ്ങനെ വന്നു എന്ന് ശാസ്ത്രം പറയുന്നവർക്ക് പറയാൻ പറ്റാത്തതിനാൽ അവിടെ ആരെ കൊണ്ടേ വയ്ക്കും? സിമ്പിളായിട്ടുള്ള ഒരു ദൈവത്തെ കൊണ്ടേ വയ്ക്കും. അങ്ങനെ ഈ ദൈവം ട്യൂൺ ചെയ്തെടുത്ത കോൺസ്റ്റന്റുകൾ, നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രപഞ്ചം, ഇത്ര മനോഹരമായ പ്രപഞ്ചം നിങ്ങൾ കാണുന്നത് എന്നാണ് അവരുടെ വാദഗതി. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ നമ്പറുകൾ എങ്ങനെ വന്നു എന്ന് നമുക്ക് അറിയില്ല എന്നുള്ളത് വാസ്തവം, സമ്മതിച്ചു. എന്ന് വെച്ചിട്ട് ഈ നമ്പറുകളെ കണ്ടുകൊണ്ട് നമ്മൾ പറയാണ് ഈ പ്രപഞ്ചം എത്ര മനോഹരമായിരിക്കുന്നു. അല്ല, ഈ നമ്പറുകൾ ഒരു പക്ഷേ വെറും ഒരു ചാൻസ് മാത്രമായിരിക്കാം, വെറും ഒരു സാധ്യത. ഇല്ലെങ്കിൽ പല സെറ്റ് പ്രപഞ്ചങ്ങളിലെ ഒരു സെറ്റ് നമ്പറുകൾ മാത്രമായിരിക്കാം ഈ പ്രപഞ്ചത്തിലുള്ളത്. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ അതിലോട്ടൊന്നും നോക്കാതെ, ആ വാതിലുകളൊന്നും തുറക്കാതെ കൃത്യമായിട്ട് ഈ നമ്പറുകൾ ഒരു ദൈവം ഉണ്ടാക്കി വെച്ചു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസ്. അപ്പം ഈ കോൺസ്റ്റൻറ്റുകളൊക്കെ ഒരാൾ ഉരുട്ടി വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? നമ്മളെ ഇതൊക്കെ കണ്ടിട്ട് കൈയടിക്കാൻ വേണ്ടിയിട്ടും പൂമാലയിടാനും പാല് കൊടുക്കാനും വേണ്ടിയിട്ട് ഇത്രയും വലിയ പ്രപഞ്ചം ഉണ്ടാക്കി കുറെ കോൺസ്റ്റന്റുകളും ഒരുക്കി വെച്ചിരിക്കുന്നു. അന്ന് നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ ഈ 10, 15, 20 മണിക്കൂറോളം ചെയ്തു എന്ന് പറഞ്ഞ് അവസാനം നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് പിന്നെ അവർ മറുപടി തന്നിട്ടില്ല. അതാണ് അതിൽ നിൽക്കുന്നത്. അപ്പോൾ അവരിപ്പോഴും പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉത്തരം മുട്ടിച്ചെന്നേ പറയുള്ളൂ. നമ്മൾ ലാസ്റ്റ് കൊടുത്ത മറുപടി അവർ പറയില്ല. എന്താണ് അതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ സംഗതിയാണ്. ഓരോ മണിക്കൂറിലും നമ്മൾ പറയാൻ ശ്രമിച്ചുകൊണ്ട് ഇരുന്നത് ഈ ഫൈൻ ട്യൂണിങ് ഇല്ല എന്നായിരുന്നു. അങ്ങനെ പറഞ്ഞ് അവർ ലാസ്റ്റ് എന്ത് പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്ന സംഗതി അത് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് അതൊരു ദൈവം ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഒരു ഫൈൻ ട്യൂൺഡ് ആണ്, അതിനൊരു ദൈവം വേണം. ഇതാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് അവസാനം അവരൊരു വീഡിയോ ചെയ്തു. ഏതാണ്ട് 1-2 മണിക്കൂർ നീളമുള്ള വീഡിയോ. അതിന് മറുപടിയായിട്ട് നമ്മൾ വീണ്ടും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ചെയ്തതിൽ ഞങ്ങൾ അവസാനം പറഞ്ഞത് ഇതാണ്: ഈ ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് അതെല്ലാം ഫണ്ടമെൻ്റലി കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന സംഗതികളല്ല, അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോഴോ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചു. അവിടെയാണ് ഇവർ മുട്ടി നിന്നത്. അപ്പോൾ ആ ഒരു ആംഗിൾ, ഈ ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസ് യഥാർത്ഥത്തിൽ കോൺസ്റ്റൻ്റ് ആണോ? അതായത് ഇവിടെ വീണ്ടും ഞാൻ മുമ്പ് റെഫർ ചെയ്ത നമ്പറുകളുടെ കാര്യത്തെ പറ്റിയിട്ടാണ് ആരിഫ് ബ്രോ ഇപ്പോൾ പറയുന്നത്. ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസ്, ഈ കോൺസ്റ്റൻറ്റുകളാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഫിസിക്സ് അവിടെ പറയേണ്ടി വരും. അതായത് ബിഗ് ബാങ്, അതായത് നമ്മളുടെ പ്രപഞ്ചം ഇന്ന് എങ്ങനെയാണോ കാണുന്നത് അതിനുള്ള ഏറ്റവും നല്ല എക്സ്പ്ലനേഷൻ വരുന്നത് ബിഗ് ബാങ് ആണ്. ബിഗ് ബാങ് ഒരിക്കലും പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെ പറ്റി പറയുന്നതല്ല.
അവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള കഥകൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ പറയുന്ന ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻറ്റുകളെ പറ്റി നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ കോൺസ്റ്റൻറ്റുകളിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് ഈ പറയുന്ന ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ് പോലെയുള്ള ചില നമ്പറുകൾ, അതൊരു നമ്പറാണ് തൽക്കാലം മനസ്സിലാക്കുക, ആ നമ്പറിൽ ചെറിയ വ്യതിയാനങ്ങൾ വരുന്നതായി കാണുന്നു. അപ്പോൾ ഇത് കൺക്ലൂസീവ് എവിഡൻസ് ആണോ നമുക്ക് ഈ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വലിയൊരു വേരിയേഷൻ കണ്ടിട്ടില്ല. വിത്തിൻ എറർ റേഞ്ചിൽ തന്നെയാണ്, അതായത് മാറാൻ സാധ്യതയുള്ള ചെറിയൊരു എറർ റേഞ്ച് നമ്മൾ കാൽക്കുലേഷൻസിൽ എപ്പോഴും വെക്കും. ആ ഒരു എറർ റേഞ്ചിൽ മാത്രമേ മാറുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് കാണുന്ന ഹൈ എനർജി ഫിസിക്സിലുള്ള പേപ്പറുകളൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ നമ്പറുകളും ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പം അതിന് കൃത്യമായിട്ട് ഈ പറയുന്ന ഈ നമ്പറുകൾ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹൈപ്പോതെസിസുകൾ മുമ്പിൽ വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഹൈപ്പോതെസിസ് അല്ലേ എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും ഹൈപ്പോതെസിസ് ആണ്. പല കാര്യങ്ങളും ഇങ്ങനെ മുമ്പേ പ്രവചിച്ചാണ് നമ്മൾ പിന്നീട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ യെസ്, ഈ പറയുന്ന ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻറ്റുകൾ ഇവോൾവ് ചെയ്ത് വന്നതാണ് എന്നുള്ള ചില ഹൈപ്പോതെസിസുകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള മാത്തമാറ്റിക്സും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യതയും നമ്മൾ പരിഗണിക്കാതെ ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, ഇത് മൊത്തം ദൈവം ഉണ്ടാക്കി ഉരുട്ടി വിട്ടതാണ് എന്ന് കൺക്ലൂഡ് ചെയ്യരുത് എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. നമ്മൾ അന്വേഷിക്കണം, നമ്മൾ ആ വാതിലുകളെല്ലാം തുറന്നു നോക്കണം, എന്നിട്ട് നമുക്ക് കൃത്യമായ പ്രൂഫ് കിട്ടണം. എന്നിട്ട് ഒരു പക്ഷേ എന്തായിരിക്കാം, അത് ഡിറൈവ് ചെയ്ത് വന്നതാവില്ലായിരിക്കാം. ഫൈൻ, നോ പ്രോബ്ലം. അത് ഈ പ്രപഞ്ചം ഉണ്ടായപ്പോഴുള്ള ഒരു സെറ്റ് നമ്പേഴ്സ് മാത്രമായിരിക്കാം, മറ്റൊരു പ്രപഞ്ചത്തിൽ മറ്റൊരു സെറ്റ് നമ്പറുകളായിരിക്കാം. അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, കുഴപ്പമില്ല. സോ ദി ആൻസർ ഈസ് ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസിൽ എവല്യൂഷൻ, അതായത് നമ്മൾ ഈ ബയോളജിക്കൽ എവല്യൂഷൻ, കോസ്മോളജിക്കൽ എവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഈ കോൺസ്റ്റൻറ്റുകളിലും വേരിയേഷൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ പ്രത്യക്ഷത്തിൽ വലിയ മാറ്റമല്ല. എന്തായാലും ആ സൂചന കൊടുത്തപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലാവുകയും അവർ ഇട്ടിട്ട് ഓടുകയാണ് ഉണ്ടായത്. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു വശമാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഈ ഇത്ര വലിയ പ്രപഞ്ചമൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് ഭൂമിയിൽ മാത്രം ജീവൻ, അതുപോലെ ജീവൻ എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ഈ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ഒരു ജീവൻ ഉണ്ടാകുന്നതൊക്കെ എങ്ങനെയാണ്? അതൊക്കെ ഒരു ലോട്ടറിയൊക്കെ എത്ര എണ്ണം എടുത്താലാണ് അടിക്കുക എന്ന് ചോദിക്കുന്നതിന് തുല്യമല്ലേ? അതെ, നമ്മുടെ ഭൂമിയിലുള്ള ജീവൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോമഡിയാണ്. കാരണം ഭൂമി ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാനറ്റ് ആണോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം വെച്ച് ഞാൻ തുടങ്ങാം. ഭൂമി ഏറ്റവും ആപ്റ്റ് ഫോർ ലൈഫ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലാനറ്റ് ആണോ? എന്ത് തോന്നുന്നു? നമ്മൾ പറയുമ്പോൾ അല്ലാന്നേ പറയുള്ളൂ. യെസ്, എങ്കിൽ ആദ്യം മനസ്സിലാക്കുക, ഭൂമിയിൽ അങ്ങനെ ഒരു ആപ്പ് ഫോർ ലൈഫ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലാനറ്റ് അല്ല. ഇനി ഒരാൾ ഇത് ഉണ്ടാക്കി പടച്ചു വിട്ടതാണെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു പ്ലാനറ്റ് ഉണ്ടാക്കില്ല. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഡിസൈനേ അല്ല, ഒരു തല്ലിപ്പൊളി ഡിസൈനറുമാണ്. കാരണം എന്താണ്? ഭൂമിയിൽ 70% വെള്ളം. ഓക്കെ, നമുക്കറിയാവുന്ന ചെറിയൊരു സയൻസ് ഫാക്റ്റാണ്. ബാക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മരുഭൂമി, മലകൾ, കാടുകൾ, ആർട്ടിക്, അന്റാർട്ടിക്, ഓസ്ട്രേലിയയിൽ തന്നെ പകുതി സ്ഥലത്തും താമസിക്കാനും പറ്റില്ല. എല്ലാം കഴിഞ്ഞൊരു 3-4% താഴെയാണ് ഈ 800 കോടി ജനങ്ങളും ജീവിക്കുന്നത്. അങ്ങനെ ആരാണ് ഫൈൻ ട്യൂൺ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കും. ഇനി ഭൂമിയുടെ പൊസിഷൻ നിങ്ങൾ നോക്കുക. ഭൂമിയുടെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയും ഗോൾഡിലോക്സ് സോൺ എന്ന് പറയും. അതായത് ജീവൻ ഉണ്ടാവാൻ ഏറ്റവും പറ്റിയ ഒരു ആവാസ വ്യവസ്ഥ എന്നൊക്കെ നമ്മൾ പറയുന്ന ഗോൾഡിലോക്സ് സോൺ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഈ സമയത്ത് മാത്രമാണ്. ഇപ്പം നമ്മൾ കാണുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത്. ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ട്. ഭൂമിയുടെ ഫ്യൂച്ചറിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ കത്തിത്തിളങ്ങുന്നത് പോലെ ന്യൂക്ലിയർ ഫ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല. സൂര്യൻ്റെ വലുപ്പം വലുതാവുകയും അതിലോട്ട് നമ്മുടെ മുമ്പിലുള്ള പ്ലാനറ്റുകളായ മെർക്കുറിയും വീനസ് അതിലോട്ട് വീഴുകയും ഒപ്പം നമ്മളുടെ ഭൂമിയും അതിലോട്ട് വീണ് പോവുകയും ചെയ്തു. അപ്പം ഈ കുറച്ച് കാലത്ത് രസിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ദൈവം ഉണ്ടാക്കി വിടുന്നതാണോ ഭൂമി? നെവർ. അപ്പം ഇത്രയും വലിയ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയും ബാക്ടീരിയ പോലെയുള്ള നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണെന്നാണോ നിങ്ങൾ തോന്നുന്നത്? ഒരിക്കലുമല്ല. ഇനി ഒന്നും വേണ്ട, ഇത് നന്നായി ഫൈൻ ട്യൂൺ ചെയ്ത് മനോഹരമാക്കി വെച്ചിരിക്കുന്ന ഭൂമിയാണെങ്കിൽ ഇത്രയും മാസ് എക്സ്റ്റൻഷനുകൾ നടക്കുമോ? ആലോചിച്ച് നോക്കും. ഒന്നും രണ്ടല്ല, ഒരു 4-5 മാസ് എക്സ്റ്റൻഷനുകൾ ഭൂമിയിൽ മാത്രം നടന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? സഫറിങ് സംഭവിക്കാൻ വേണ്ടിയിട്ടാണോ? ആൾക്കാരെ ഉണ്ടാക്കുന്നു, എന്നാ പോട്ടെ, മരിക്കട്ടെ, അടുത്ത സെറ്റ് വരട്ടെ, ഇത് കൊള്ളില്ല
ഈ കോഡിംഗ് കൊള്ളില്ല, അടുത്ത പോരട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1, 2 അല്ല, 4-5 മാസ് എക്സ്റ്റൻഷനും അവസാന മാസ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകളെ അല്ലേ അങ്ങോട്ട് തീർത്തു കൊടുത്ത ഒരു ആസ്ട്രോയിഡ് വന്ന് പതിക്കുന്ന ഒരു സംഭവം നമുക്കും അറിയാം. അപ്പോൾ ഒരിക്കലും ഭൂമി ഒരു നല്ല ഒരു സ്ഥലമല്ല. ഇനി ഭൂമിയിൽ മാത്രമാണോ ജീവൻ എന്നുള്ള രണ്ടാമത്തെ ഭാഗത്തിനുള്ള ഉത്തരം വളരെ സിമ്പിളായിട്ട് പറയാം. കോടാനുകോടി നക്ഷത്രങ്ങളും അതിനെ ചുറ്റുന്ന പ്ലാനറ്റുകളും, നിങ്ങൾ ആ കണക്കൊന്ന് ആലോചിച്ച് നോക്കുക. ബില്യൺസ് ഓഫ് ഗാലക്സീസ് ആൻഡ് ഓരോ ഗാലക്സിയിലും ബില്യൺസ് ഓഫ് സ്റ്റാർസ്, ഓരോ നക്ഷത്രത്തിനും ചുറ്റും തിരിയുന്ന പ്ലാനറ്റുകൾ, ആ പ്ലാനറ്റിന് ചുറ്റും തിരിയുന്ന ചന്ദ്രന്മാരും അതിനിടയിലൂടെ ചീറിപ്പായുന്ന കോമറ്റുകളും എല്ലാം നമ്മൾ ജീവനുള്ള സാധ്യതയായിട്ട് പരിഗണിക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 5500-ന് മുകളിൽ എക്സോ പ്ലാനറ്റുകൾ, അതായത് നമ്മുടെ പ്ലാനറ്റുകൾ അല്ലാത്ത മറ്റു പ്ലാനറ്റുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പല മെത്തേഡുകൾ വഴി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 100-ൽ പരം പ്ലാനറ്റുകൾ ഹാബിറ്റബിൾ സോണിലാണ്, അതായത് നമുക്ക് അവിടെ താമസിക്കാനായിട്ട് സാധിക്കുന്ന പ്ലാനറ്റുകളായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിൽ അതിലൊരു പ്ലാനറ്റിലെങ്കിലും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കാരണം ദൂരം. ഇത്രയും അകലെ കിടക്കുന്ന പ്ലാനറ്റുകളിൽ ഒരു ബാക്ടീരിയ പോലെയുള്ള ജീവൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് പറയുമ്പോൾ ഇപ്പം എൻ്റെ ഒരു മതം ഉപേക്ഷിക്കുന്ന ഒരു പ്രോസസ്സിൽ ഇപ്പം നമ്മൾ കേട്ട സംഗതി വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടൊരു സംഭവമാണ്. അതെങ്ങനെയാ വെച്ചാൽ നമ്മളിങ്ങനെ ദൈവമുണ്ടോ അള്ളാഹു ആണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കും, ആളുകളോട് സംസാരിക്കുമ്പോൾ ആളുകൾ പറയും അതങ്ങനെ ആവാലോ, അല്ലെങ്കിൽ ആരാണ് ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കിയത്, ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ എങ്ങനെ കിട്ടുക എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഈ മതത്തിൽ പഠിപ്പിക്കുന്ന ചില എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനമായിരുന്നു ഇടിമിന്നൽ ഉണ്ടാകുന്നത് എങ്ങനെ, ഇടിവെട്ട് ഉണ്ടാകുന്നത് എങ്ങനെയെന്നുള്ളത്. അതുകൂടാതെ അതിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബാക്കവി, എന്തൊരു അക്ബർ ബാക്കവി, അങ്ങനത്തെ ഒരു ആളുടെ പേര് കബീർ ബാക്കവി, രണ്ടും വലുതാണ്. കബീർ ബാക്കവിയുടെ ഒരു പ്രസംഗം, പുള്ളി പ്രസംഗിക്കുകയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ മഴത്തുള്ളി ഇങ്ങനെ താഴേക്ക് പതിച്ച് നമ്മൾ അന്തരീക്ഷം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ 10,000 കിലോമീറ്റർ മുകളിൽ നിന്നാണ്, എത്രയാണ് 10,000 കിലോമീറ്റർ മുകളിൽ നിന്ന് ഒരു മഴത്തുള്ളി വന്ന് നമ്മളെ തലയിൽ വീണാൽ തലയൊട്ടി പൊട്ടിച്ചെതറും. അത് പൊട്ടിച്ചെതറാതെ സംവിധാനിച്ചത് ആരാണ്? അത് അള്ളാഹുവാണ്. അതിനവിടെ ബ്രേക്കുകൾ കൊടുക്കുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കി. ഇത് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ സംഗതി, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് തെറ്റെന്നൊന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരാമോ? 10,000 കിലോമീറ്റർ മുകളിൽ നിന്നും മഴത്തുള്ളി താഴോട്ട് വീഴുന്നു, അത് താങ്ങി നിർത്തി നമ്മളെ തലയോട്ടി പൊട്ടാതെ അത് സംവിധാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ആ ദൈവത്തിന്റെ പാർട്ട് ഒഴിവാക്കിയാൽ ഈ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓ 10,000 ഇല്ല. ശരിയാണ്. യെസ്, അതാണോ കാരണം? എല്ലാവർക്കും ആ അഭിപ്രായമാണോ ഉള്ളത്? ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? 10 കിലോമീറ്റർ. 10 അഭിപ്രായമുള്ളവരൊക്കെ ഒന്ന് കൈവക്കേ. യെസ്. ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ ഒരു വിശ്വാസിയായിരിക്കെ ഞാൻ ചെയ്തത് എന്താണ്, നമ്മൾ ഗൂഗിൾ അടിച്ചു നോക്കുകയാണ് എത്ര കിലോമീറ്റർ മുകളിൽ നിന്നാണ് മഴത്തുള്ളി വരുന്നത്. കാരണം നമ്മൾ സയൻസിൽ പഠിച്ചത് പണ്ട് പഠിച്ചതാണ്. പക്ഷെ ഒരു സംശയം, അന്ന് നമ്മൾ ഇത്ര വലിയ സയൻസ് ഒന്നും അന്വേഷിച്ച് നടക്കുന്ന ആളല്ല, പഠിച്ചു കഴിഞ്ഞു, നമ്മൾ ഹോമിയോ ഒക്കെ ആയിട്ട് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് അടിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടും, ചിത്രം കിട്ടും എത്ര ഹൈറ്റിൽ നിന്നാണ് ഈ മഴത്തുള്ളി വരുന്നതെന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ ഒരു സംശയം. അപ്പോൾ ഈ ഉസ്താദുമാർ പറയുന്നതിലൊക്കെ എല്ലാം അങ്ങ് വിഴുങ്ങാൻ പറ്റില്ല, ചിലതൊക്കെ ഇതുപോലെയുള്ള ആന മണ്ടത്തരങ്ങൾ ഉണ്ടാവും എന്നൊരു തോന്നൽ വരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഖുറാനിലും ഇതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ വായിക്കണം. അതിലാണ് ഇടിമിന്നലിൻ്റെ കഥ വരുന്നത്. ഇടിമിന്നൽ ഇടിവെട്ട് എന്താണെന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? അതായത് മേഘങ്ങളെ മലക്കുകൾ തളിച്ചുകൊണ്ട് പോവുകയാണ്, ഇങ്ങനെ പോത്തിനെ എരുമേനെയൊക്കെ കൊണ്ടുപോകണ പോലെ. ഓക്കെ, അപ്പം മഴ പെയ്യിക്കുന്ന മലക്ക് അതിങ്ങനെ മേഘത്തെ കൊണ്ടുപോകുമ്പോൾ കയ്യിലിരിക്കുന്ന തീ കൊണ്ടുള്ള ചാട്ടവാറ് അതുകൊണ്ട് ഇങ്ങനെ വീശി അടിക്കും. ആ വീശി അടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വെളിച്ചമാണ് ഇടിമിന്നൽ. അത് പുറകിൽ കൊണ്ട് പെട കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ഇടിവെട്ട്. ഇതാണ് പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി അത് വിശ്വസിക്കുമോ? ഇല്ല. പക്ഷേ ഇതൊരു കാലത്ത് മുഹമ്മദ് നബി തൻ്റെ അനുയായികളുടെ അടുത്ത് പറയുമ്പോൾ അവർ മാഷാ അള്ളാ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. എന്ന് വരുമ്പോൾ ഉസ്താദുമാർക്ക് മാത്രമല്ല മുഹമ്മദ് നബിക്കും തെറ്റുപറ്റിയിട്ടുണ്ട്, അള്ളാഹുവിന് വരെ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നൊരു ചിന്ത അവിടെ വരുന്നത് അങ്ങനെയാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇതുപോലെ എന്ത് സംഗതി കേട്ട് കഴിഞ്ഞാൽ കേൾക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന RCയുടെ ആയാലും വൈശാഖൻ തമ്പിയുടെ പല കാര്യങ്ങളും ഈ പ്രപഞ്ചം സംബന്ധിച്ചിട്ടുള്ള പല സംഗതികളൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അത് വലിയ നല്ല ക്ലാസ്സുകളായിരുന്നു. അന്നൊക്കെ നമുക്ക് കേട്ടിരുന്നു പോകും.
ആളുടെ ആ ഒരു സംഗതി കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അങ്ങനെ കേട്ട് ഇപ്പം നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചിന്ത ഇങ്ങനെയാണ് ആ പ്രോസസ്സ് എന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ്. നമുക്കിങ്ങനെ എല്ലാവരെയും പിടിച്ചിരുത്തി ഉപദേശിച്ചത് നേരെയാക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു, ഇപ്പോൾ ഈ മഴത്തുള്ളിയുടെ കാര്യം പറയുമ്പോഴാണെങ്കിലും ഇതുപോലുള്ള ഓരോ വിഷയം പറയുമ്പോഴും ഇതിൻ്റെയൊക്കെ പിന്നിൽ നമുക്ക് അറിയാത്തൊരു ഘട്ടം വരും. ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്കുകളെ കുറിച്ച് പറഞ്ഞു. നമ്മളത് ക്വസ്റ്റ്യൻ മാർക്കാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക ചെയ്യുന്നത്, അല്ലാതെ അവിടെ കൊണ്ടുപോയി എന്തെങ്കിലും തിരുകുന്നില്ല. അത് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്, അവിടെ വേറെ ഒന്നും തിരുകുന്നില്ല. പക്ഷേ ദൈവവിശ്വാസികൾ എന്ത് ചെയ്യും? അവിടെ ദൈവത്തെ തിരിയും. അതാണ് ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ സംഭാഷണത്തിൽ ഗോഡ് ഓഫ് ദ ഗ്യാപ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ തിരിച്ചൊരു സാധനം ഇട്ടതാണ്, സയൻസ് ഓഫ് ദ ഗ്യാപ്സ് എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവരന്ന് അതിനെ നമുക്കുള്ള മറുവാദമായിട്ട് വന്നത്. നമ്മൾ പറഞ്ഞു ഓക്കെ ശരി, സയൻസ് ഓഫ് ദ ഗ്യാപ്സ് ആണെങ്കിൽ ശരി, നമ്മൾ എന്താ ചെയ്യുന്നത്? വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് തിരക്കൊന്നുമില്ല, അന്വേഷിക്കുക, കാണുക, കണ്ടെത്തുമ്പോൾ പറയുക. അതുവരെ ഇത് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുക, അല്ലാതെ ഇതിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല, ദൈവത്തെ പിടിച്ചിരുത്തുക എന്നുള്ളതല്ല. അപ്പോൾ ഒരു കാലത്ത് ഇടിമിന്നൽ ഉണ്ടാക്കുന്നത് പോലും അറിയില്ലായിരുന്നു, പക്ഷെ ഇന്നിപ്പോൾ അതറിയാം എന്താണെന്നുള്ളത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം അറിയാത്തത് എന്താണ്? പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഫൈൻ ട്യൂണിങ് ഒക്കെയാണ് ഇപ്പോൾ അവരുടെ പ്രശ്നം. ഇപ്പോൾ ദൈവം അവിടെയാണ് ഇരിക്കുന്നത്. ഈ ഗ്യാപ്പിൽ നിന്ന് ഇറക്കി വിട്ട് അപ്പുറത്തെ ഗ്യാപ്പിൽ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്, നമ്മൾ ഈ പറയുന്ന ഒക്കാംസ് റേസർ പ്രോബ്ലം എന്ന് പറയുന്നു. അതൊന്ന് വിശദീകരിച്ച് കൊടുത്താൽ ഈ സംഗതി ക്ലിയർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു കുട്ടി ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ അതിന് ഫോർ എക്സാമ്പിൾ വയനാടിൽ ഈ പറയുന്ന ഉരുൾപൊട്ടൽ ഉണ്ടായത് എങ്ങനെ എന്നൊരു ചോദ്യം കുട്ടി ചോദിക്കാം. രണ്ട് രീതിയിൽ ഉത്തരം പറയാം. അതൊരു ചെറിയൊരു കുട്ടിയാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് അപ്പം അവിടെ വയനാടിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെ പറയേണ്ടി വരും സയൻറ്റിഫിക്കായി പറയണമെങ്കിൽ? അതാ മകനെ, ഇതൊരു മിനി ക്ലൗഡ് ബേസ്റ്റ് കാരണം ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് അവിടെ മലയിൽ വന്ന് വീഴുന്നു. അതിൽ നിന്ന് ഇത്ര വെള്ളം ഒരു പെർ സെൻറ്റിമീറ്റർ വീണ് കഴിഞ്ഞാൽ ആ പറയുന്ന മണ്ണിൻ്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ട് ഈ പറയുന്ന മണ്ണ് ഒലിച്ചു പോകുന്നു. ആ ക്ലൗഡ് ബേസ്റ്റ് വരാനുള്ള റീസൺ പ്രഷർ ഡിഫറൻസ്, എൽ നീനോ ലാനീനോ ഇഫക്റ്റ്, അതിനുള്ള റീസൺ ഗ്ലോബൽ വാർമിംഗ്, അതിനുള്ള റീസൺ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഇതൊക്കെ ഈ 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും അല്ലെങ്കിൽ 5ാം ക്ലാസ്സുകാരുടെ അടുത്ത് പറയുമ്പോൾ ആ പാരൻസ് എത്രമാത്രം കഷ്ടപ്പെടണം എന്നുള്ളതാണ് ഒരു സ്ഥലത്ത്. അപ്പോൾ അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയണം, അതങ്ങനെ തന്നെയാണ് പറഞ്ഞു പോകേണ്ടത്. ഇല്ലെങ്കിലോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ വന്നെത്തും. അത് നീ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് നിനക്ക് ഞാൻ മാമുണ്ണാൻ തരുന്നപ്പോൾ നീ കഴിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് അവിടെ അല്ലേ ഒരു പടച്ചോൻ അവിടെ കിടന്ന് ഒരു വലിയൊരു ഇടിമുഴക്കത്തോടു കൂടി ആ വലിയൊരു അപകടം ഉണ്ടാക്കിയത് എന്നുള്ള മോസ്റ്റ് കംഫർട്ടബിൾ റീസൺസിലോട്ട് പോകുമ്പോഴാണ് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഒക്കാംസ് റേസർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ കംഫർട്ടബിൾ റീസൺ കൊടുക്കലല്ല. നിങ്ങൾക്കൊരു ചോദ്യം മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ടുള്ള അസംഷൻസ് അതിലോട്ട് പോകരുത്. നിങ്ങൾക്കുള്ള ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന വയനാട്ടിൽ ദുരന്തം സംഭവിക്കുമ്പോൾ നമുക്കറിയാവുന്ന സയൻറ്റിഫിക് ഫാക്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഒന്നുമില്ലെങ്കിലും ശക്തമായ മഴ, ഇതെങ്കിലും പറയാലോ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല കൊടുക്കേണ്ടത്. ഇറ്റ്സ് എ വയലേഷൻ ഓഫ് ഒക്കാംസ് റേസർ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പലവരും ഇതാണ് ചെയ്യുന്നത്. ഈ പറയുന്ന എവല്യൂഷൻ തിയറിയൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഈ വിശ്വാസികൾ പറയുന്ന ഒരു കാര്യമാണ്, ഈ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എവല്യൂഷൻ വർക്കാകുമെങ്കിൽ ഒരു ഡെസേർട്ടിൽ, മരുഭൂമിയിൽ ഒരു കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ബോയിങ് 747 വിമാനം ഉണ്ടാവണ്ടേ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ അതിൽ നിന്ന് ഉണ്ടാവണ്ടേ? വർഷങ്ങളായിട്ടുള്ള കൊടുങ്കാറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവണ്ടേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എവല്യൂഷൻ കമ്പയർ ചെയ്യുന്നത് അവരെന്താണ് ഇത് വെച്ചിട്ടാണ്. ഇതാണ് പ്രശ്നം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയാണോ നമ്മൾ എവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എവല്യൂഷൻ ഒരു റാൻഡം പ്രോസസ്സേ അല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതൊരു നോൺ റാൻഡം പ്രോസസ്സാണ്. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അതൊരു ഗൈഡഡ് പ്രോസസ്സാണ്. ചില്ലറ പണിയുന്നല്ലത്. വർഷങ്ങളോളം ഒരുപാട് റിയാക്ഷൻസ് നടന്ന് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റേജുകളിലൂടെ കടന്നുപോയി ഏറ്റവും ആവശ്യമുള്ളത് മാത്രം റീറ്റെയിൻ ചെയ്ത് മറ്റേതിനെ മാറ്റി വെച്ചിട്ട് അങ്ങനെ മുമ്പിലോട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ എവല്യൂഷനിൽ കാണുന്നത്. അതും ഈ പറയുന്ന കൊടുങ്കാറ്റിൽ നിന്നുണ്ടായ വിമാനം, ഇതെങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും? അതും പറയുമ്പോൾ ഒരു റിയാക്ഷൻ ഒരു സമയത്ത് നടക്കുന്നു എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കാറ്. അതുമല്ല, ബില്യൺസ് ഓഫ് ട്രില്യൺസ് ഓഫ് റിയാക്ഷൻസ് ആണ് ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അക്യുമുലേഷനാണ്
മുന്നോട്ട് പോയിക്കൊണ്ട് അത് ഇപ്പോൾ പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ടാവുന്നു. ഇപ്പോൾ ജീവ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വീണ്ടും വരുന്നൊരു സംശയമാണത്. എങ്ങനെയാണ് ഇത്ര റാൻഡമായിട്ട് ജീവൻ ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം. ഇപ്പോൾ അതിനെക്കുറിച്ച് ജീവ ഉൽപ്പത്തി ആണ് വന്ന് നിൽക്കുക, അതിനെക്കുറിച്ച്. അതായത് ഈ ബയോളജി എവല്യൂഷൻ നമുക്ക് കൃത്യമായ എവിഡൻസ് ഉണ്ട്, അതിനെ തർക്കിച്ചിട്ട് കാര്യമില്ല. വി ഡു ഹാവ് എവിഡൻസ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മളിവിടെ തൽക്കാലം മാറ്റിവെക്കാം. ഒരുപാട് വേദികളിൽ പലരുമായിട്ട് പറയുന്നതാണ് ബയോളജിക്കൽ എവല്യൂഷൻ. വി ഹാവ് എ ലോട്ട് ഓഫ് എവിഡൻസ്, ഇഷ്ടം പോലെ തെളിവുകളുണ്ട്, മാറ്റിവെക്കുന്നു. പക്ഷെ ആദ്യത്തെ ജീവൻ വന്നത് ഇപ്പോഴും ഒരു ഹൈപ്പോത്തസിസ് ആണ്. ഇവിടെയാണ് ഒരു വാദം നടക്കുന്നത്. എബയോജെനസിസ് എന്ന് പറയുന്ന ഈ കെമിക്കൽ റിയാക്ഷനുകൾ വഴിയാണോ ആദ്യത്തെ ജീവൻ ഭൂമിയിൽ ഉണ്ടായത്? ചോദ്യം. 2, പുറമേ നിന്നാണോ ജീവൻ വന്നിട്ട് ഇവിടെയുള്ള റൈറ്റ് എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ആയ കാരണം ഇവിടെ ജീവൻ തഴച്ചു വളരുകയായിരുന്നു? ഇങ്ങനെയുള്ള കുറേ ഹൈപ്പോത്തസിസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനു മുമ്പിൽ വിശ്വാസികൾ വെക്കുന്ന ഒരു വലിയ ചോദ്യമാണ്, മനുഷ്യർക്ക് നമ്മളുടെ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിൽ പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ട്. പ്രോട്ടീൻ മോളിക്യൂൾസ് എന്ന് പറയുന്നത് വലിയ വലിയ മോളിക്യൂൾസാണ്. തൽക്കാലം നമുക്ക് ഈ പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്ന അമിനോ ആസിഡുകളുടെ എണ്ണം ഒരു ആവറേജ് 150 ആണെന്ന് തൽക്കാലം പിടിക്കാം. അതിനേക്കാൾ കൂടുതലുള്ളതുണ്ട്, കുറവുള്ളതുണ്ട്. തൽക്കാലം 150 അമിനോ ആസിഡ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോട്ടീൻ മോളിക്യൂൾ, അതെത്ര സാധ്യതകളുണ്ട് എന്ന് വിശ്വാസികൾ ചോദിക്കുകയാണ്. അപ്പം നമ്മൾ കണക്ക് എഴുതി നോക്കുകയാണ്. 150 അമിനോ ആസിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ വരാനുള്ള സാധ്യതകൾ നോക്കുമ്പോൾ 10⁻10 മുകളിൽ 195, 195 അത്രയും സാധ്യതകളാണ് ഈ 150 അമിനോ ആസിഡ് വെച്ചിട്ട് പലതരം പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവരുടെ ഒരു ചോദ്യം ഇങ്ങനെയാണ്, ഇത്രയും പ്രോട്ടീൻ മോളിക്യൂൾസുകളിൽ നിന്ന് നിങ്ങളുടെ മനുഷ്യ ശരീരത്തിൽ ഒരു പ്രോട്ടീൻ മോളിക്യൂളായി സെലക്ട് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ ഒരു ഡിസൈനർ വേണ്ടേ? 1. രണ്ടാമത്തെ ചോദ്യം, ഇത്രയും പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ടാവാൻ പോലും 4.5 ബില്യൺ വർഷങ്ങൾ പോരാ. എന്ത് 4.5 ബില്യന്റെ കണക്ക്? ഭൂമി ഉണ്ടായി ഇത്രയും വരെ ആയിട്ടുള്ളതിന്റെ സമയം. അപ്പൊ 4.5 ബില്യൺ വർഷങ്ങൾ പോലും പോരാ ഇത്രയും പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ടാവാൻ. അതിനിടയിൽ കൂടെ എങ്ങനെയാണ് ഈ പ്രോട്ടീൻ മോളിക്യൂൾ തന്നെ മനുഷ്യ ശരീരത്തിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്തു? അപ്പൊ അതാരോ സെലക്ട് ചെയ്തതല്ലേ എന്നുള്ള ചോദ്യം. വീണ്ടും പറയുന്നു, ദിസ് ഈസ് എ നോൺ റാൻഡം പ്രോസസ്. നിങ്ങൾ ഈ ലോക്ക് ആൻഡ് കീ മെക്കാനിസം നമുക്കറിയാം. ഒരു താഴെ ഒരു താക്കോൽ, ഓക്കെ, ഒരു താഴ് തുറക്കാൻ ഒരു താക്കോലേ പറ്റുള്ളൂ എന്നുള്ള ആദ്യത്തെ അസംഷനിലാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ പറയുന്നത് എന്താണ്? പ്രോട്ടീൻ മോളിക്യൂൾസ്, ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ഒരു ബയോളജിക്കൽ ഫങ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ അത്തരം ഫാമിലിയിൽ പെടുന്ന ഒരുപാട് പ്രോട്ടീൻ മോളിക്യൂൾസിന് അതിന് സിമിലർ ആയിട്ടുള്ള ബയോളജിക്കൽ ഫങ്ഷൻസ് നടത്താൻ പറ്റും. അതായത് ഈ 10⁻195 പ്രോട്ടീൻ മോളിക്യൂൾസിലെ ഒരു മോളിക്യൂൾ അല്ല, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ മോളിക്യൂൾ അല്ല ആ പരിപാടി ചെയ്യുന്നത്. ഒരുപാട് പ്രോട്ടീൻ മോളിക്യൂൾസിന് ആ കാര്യം ചെയ്യാൻ പറ്റും. അഥവാ ഈ താഴ് തുറക്കാനായിട്ട് ആ താക്കോലിന് മാത്രമല്ല, ഈ പറയുന്ന കൂമ്പാരം കൂട്ടിയിട്ട് കിടക്കുന്ന താക്കോലുകൾ ഉണ്ടെങ്കിൽ ഈ താഴ് തുറക്കാനുള്ള സാധ്യത കുറയല്ല, കൂടുകയാണ് ചെയ്യുക. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ അവർ സംസാരിക്കുമ്പോൾ എന്താണ് അവർ പറയുന്നത്? ഈ പറയുന്ന ഒരു കംപ്ലീറ്റ് ഒരു 1 ഔട്ട് ഓഫ് ബില്യൺ സാധ്യതകൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അത് വിശ്വസിക്കുന്നു? ഇതൊരു ദൈവം ഉണ്ടാക്കിയതല്ലേ എന്ന് ചോദിക്കുന്നു. അവിടെ നമ്മളുടെ മങ്കി ഹാംലെറ്റ് ടൈപ്പിംഗ് എക്സ്പെരിമെന്റ് അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറയാം. അതായത് ഒരു കുരങ്ങൻ, ഇത് രസകരമായ ഒരു ചിന്താ പരീക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് ടൈപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഒരു കീബോർഡ് കൊടുക്കുന്നു, ഒരു കുരങ്ങനെ നമ്മൾ ഇരുത്തുന്നു, എന്നിട്ട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് കുത്തും കോമയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കീബോർഡ് കൊടുക്കുകയാണ്. ആ മങ്കി ഇരുന്ന് ടൈപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഇമാജിൻ, അതിനെ പഠിപ്പിച്ചു, ലെറ്ററൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചുവെങ്കിൽ അത് ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് ടൈപ്പ് ചെയ്ത് തീർക്കാനുള്ള സാധ്യത എത്ര? ഇതാണ് ചോദ്യം. അപ്പം എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? കാരണം ഇത്ര മനോഹരമായിട്ട് ഫൈൻ ട്യൂൺഡായി കാണുന്ന ഭൂമി ആരോ ഡിസൈൻ ചെയ്തതായിരിക്കില്ലേ? അപ്പോൾ ഈ പറയുന്ന അതേ ഒരു സാധ്യത മുമ്പിൽ വെച്ചിട്ട് ഈ കുരങ്ങൻ ഹാംലെറ്റ് ടൈപ്പ് ചെയ്യാനുള്ള സാധ്യത എന്നുള്ളത് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും ഹാംലെറ്റ് ടൈപ്പ് ചെയ്യുക, കുരങ്ങൻ ഹാംലെറ്റ് ടൈപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു ഗോൾ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എവല്യൂഷൻ അങ്ങനെ ഒരു ഗോളില്ല, അതും ഫൈറ്റ് ട്യൂൺഡായിട്ടുള്ള ഗോൾ. അതെ, അങ്ങനെ ഒരു ഗോളെ എവല്യൂഷൻ ഇല്ല. ഇന്നത് ഇങ്ങനെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന മോളിക്യൂൾസുകൾ കൂടി കൂടി ചേർന്ന് ഇങ്ങനെ ആയത് എന്നൊരു ഗോള്, ഒരു പ്രീ ഡിറ്റർമിനിസ്റ്റിക് ഗോള് എവല്യൂഷനിൽ ഇല്ലേ ഇല്ല. അത് അതിൻ്റെ വഴിക്ക് പോകുന്ന വഴിയിൽ ചിലപ്പോൾ പല പല ജീവജാലങ്ങൾ ഇങ്ങനെ പറയുന്ന പോലെ മ്യൂട്ടേറ്റ് ചെയ്ത് പല പല രീതിയിൽ നമ്മൾ കാണുന്ന പോലെയുള്ള വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള സ്പീഷീസ് ആയി വരുന്നു. അല്ലാതെ മനുഷ്യനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എവല്യൂഷൻ ആയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ ഈ കുരങ്ങൻ ഈ ഹാംലെറ്റ് ടൈപ്പ് ചെയ്യാൻ പോകുമ്പോഴുള്ള സാധ്യത, അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് തീർക്കാനുള്ള സാധ്യത ആസ്ട്രോണോമിക്കലി ലോ അല്ലേ എന്നുള്ളത് ഒരു കംപ്ലീറ്റ് റാൻഡം പ്രോസസ്സാണ്. എവല്യൂഷൻ അങ്ങനെ വർക്ക് ചെയ്യില്ല. എവല്യൂഷൻ നോൺ റാൻഡം പ്രോസസ്സാണ്. അവിടെ ഈ ദൈവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്കറിയാം ഇതെങ്ങനെ നടക്കുമെന്നുള്ളത്. പിന്നെ അവിടെ വരുന്ന അവർ ചോദിക്കുന്നത്, ഓക്കെ ശരി, നിങ്ങൾ കെമിക്കൽ റിയാക്ഷൻസിൽ കൂടെയാണ് ആദ്യത്തെ ജീവൻ ഉണ്ടായതെന്ന് പറയുന്നതെങ്കിൽ, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ആദിമകാലത്തെ ഭൂമിയിൽ ഈ പറയുന്ന അവസ്ഥ എന്തായിരുന്നു? അതായത് ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? റിയാക്ടൻസ് വേണം, സോൾവെൻസ് വേണം, കാറ്റലിസ്റ്റുകൾ വേണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണോ ഭൂമി ഉള്ളത്? അവർ ചോദിക്കുകയാണ്. ഈ പ്രൈമോഡിയൽ സൂപ്പ് എന്ന് വിളിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് ഒരു ആദ്യത്തെ ജീവൻ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് അവർ ചോദിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ലാബ് ഗ്രേഡ് പ്യൂരിറ്റി നമുക്ക് ആവശ്യമില്ല. ഒരു ജീവൻ ഉണ്ടാവാനായിട്ട് ലാബ് ഗ്രേഡ് പ്യൂരിറ്റി ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ലാബിൽ ജീവൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവർ തിരിച്ചു ചോദിക്കും. ഇല്ല, നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, ഇതുവരെ നമ്മൾ ലാബുകളിൽ ജീവൻ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ജീവന് വേണ്ടിയിട്ടുള്ള തന്മാത്രകൾ, എമിനോ ആസിഡ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം വരും, ഓക്കെ, എങ്കിൽ മനുഷ്യനിൽ കാണുന്ന എമിനോ ആസിഡുകൾ പ്രത്യേകതരം ഒരു അമിനോ ആസിഡ്, എൽ അമിനോ ആസിഡ് മാത്രമല്ലേ? നിങ്ങൾ ലാബിൽ പരീക്ഷണം നടത്തിയപ്പോൾ എല്ലും ഡിയും വന്നില്ലേ? ആരാണ് എല്ല് ചൂസ് ചെയ്തത്? എല്ല് ചൂസ് ചെയ്ത്, യെസ് അല്ലേ? മനുഷ്യന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ജീവജാലങ്ങളിൽ ഈ എമിനോ ആസിഡ് തന്നെ ആകണമെന്ന് ആര് ചൂസ് ചെയ്തു? ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ പുറകെ വരും. യെസ്, ക്വസ്റ്റ്യൻസ് വേണം, അതിന് നമ്മൾ ആൻസർ ഉണ്ട്. സയൻസിൽ നിങ്ങൾ ആൻസർ കേൾക്കാനായിട്ട് റെഡി ആവണം എന്നുള്ളതാണ്, നിങ്ങൾ അതിന് ക്ഷമ കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ എൽ അമിനോ ആസിഡ് മാത്രമായിട്ട് എങ്ങനെ നമ്മൾ ഈ പറയുന്ന എവല്യൂഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ്സിൽ സെലക്ട് ചെയ്യപ്പെട്ടു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഇവിടെ മാത്രമൊന്നല്ല അമിനോ ആസിഡ്സ് ഉണ്ടാവുന്നത്. മീറ്റിയോറൈറ്റുകളിൽ, ഉൽക്കകളിൽ, കോമറ്റുകളിൽ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്? അമിനോ ആസിഡ്സ് കണ്ടിട്ടുണ്ട്. ബയോമോളിക്യൂൾസും ന്യൂക്ലിയോടൈഡ്സും കണ്ടിട്ടുണ്ട്. ജീവൻ കണ്ടിട്ടില്ല, ശരിയാണ്, പക്ഷെ ജീവന് വേണ്ട എല്ലാ സാധനങ്ങളും പുറത്തും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലും എല്ലാ അമിനോ ആസിഡ്സ് മാത്രമായി കാണുന്നു. എങ്ങനെ? പ്രകൃതിക്ക് ഒരു സ്കില്ലുണ്ട്. ഈ ക്ലേ മോളിക്യൂൾ അല്ലെങ്കിൽ ക്ലേ അല്ലെങ്കിൽ നമ്മൾ കളിമണ്ണ് അല്ലെങ്കിൽ ക്വാർട്സ് ക്രിസ്റ്റൽസ്, ഇതിനൊക്കെ ഒരു എബിലിറ്റി ഉണ്ട്. എല്ലാ അമിനോ ആസിഡ്സിന് മാത്രം എഡ്സോർബ് ചെയ്യുന്ന ഒരു എബിലിറ്റി. ഇത് നമ്മൾ മീറ്റിയോറൈറ്റുകളിലും കാണുന്നു. അപ്പോൾ ഒരുപക്ഷെ അതിൽ നിന്ന് വന്ന് ഭൂമിയിൽ പതിച്ചിട്ട് ജീവൻ വന്നാവാം, അറിയില്ല, നമുക്കറിയാത്ത അറിയില്ല എന്നേ പറയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സിമ്പിൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ ജീവൻ ഒരു തർക്ക വിഷയം തന്നെയാണ്. പക്ഷേ അവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യേണ്ടത് എന്തല്ല? ഒരു ക്രിയേറ്ററിനെ അല്ല. നിങ്ങൾ പഠിക്കൂ, കൃത്യമായി ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കൂ. അപ്പം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ജീവൻ ഉണ്ടാവാനായിട്ട് ഒന്നും രണ്ടും എൻവയോൺമെൻറ്റുകളൊന്നല്ല ഭൂമിയിൽ ഉണ്ടായത്, ഒരുപാട് എൻവയോൺമെൻറ്റുകൾ ഉണ്ടായിരുന്നു. ഇതിലേതെങ്കിലും ട്രില്യൺസ് ഓഫ് റിയാക്ഷൻസ്, ബില്യൺസ് ഓഫ് വർഷങ്ങൾ കൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ എക്സാക്ട്ലി ഫിറ്റ് ആയി കാണും. അതിൽ നിന്ന് ആംപ്ലിഫൈ ചെയ്ത് വന്നതാവാം ആദ്യ ജീവൻ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അധ്യാപകനാണ്, കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പോൾ പറഞ്ഞതിൽ ഒരു കാര്യം ഞാനൊന്ന് ആഡ് ചെയ്യാണ്. അതായത് ഈ മങ്കി ഹാംലെറ്റ് സംഗതി കൊണ്ടുവരുമ്പോൾ അവിടെ എപ്പോഴാണ് അത് അവർ കൊണ്ടുവരുന്നത് ഈ ഫൈൻ ട്യൂൺ ആർഗ്യുമെൻറ്റ് അത് ചർച്ച വരുമ്പോഴാണ് ആണല്ലോ. അപ്പോൾ ഫൈൻ ട്യൂൺ ആർഗ്യുമെൻ്റ് വരുന്നത് എപ്പോഴാണ്? ഭൂമി അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സംവിധാനങ്ങൾ ഇത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട്, അതിനു വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഫൈൻ ട്യൂൺഡ് ആണ് എന്ന് നമ്മൾ അവർ ആർഗ്യുമെൻറ്റ് വെക്കുന്നു. അപ്പോൾ ആ സാധനത്തെ നമ്മൾ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവർ ഈ ഹാംലെറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഹാംലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്, ഒരു ഉണ്ടാക്കി കഴിഞ്ഞ സാധനമാണ്. നമ്മൾ പറയുന്നത് എന്താണ്? ഈ ഭൂമി, ഈ പ്രപഞ്ചം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇതാണ് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞ ആദ്യത്തെ കാര്യം അതാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിയാത്തൊരു സാധനവും ഉണ്ടാക്കി കഴിഞ്ഞൊരു സാധനമാണ് അതിൽ കമ്പയർ ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഇവർ പറയുന്നത് ഈ പറയുന്ന സാധനം ഹാംലെറ്റ് അത് ഉണ്ടാക്കി കഴിഞ്ഞ സാധനമാണ്, അതേപോലെയാണ് ഈ സംഗതി എന്ന് വരുത്താൻ വേണ്ടിയിട്ട്, പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ ഉദാഹരണം ഇവിടെ കൊണ്ടുവെക്കുന്നത്. ഇതിൽ മിക്കവാറും ആളുകൾ വീണുപോകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉദാഹരണം കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കേണ്ടത്, ഇത് ആർക്ക് വേണേലും കേൾക്കാം, നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇത് ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ അതിലൊറ്റ കാര്യമുള്ളൂ, ഇത് ഫൈൻ ട്യൂൺ ആണ് എന്നുള്ളതിന് എന്താണ് തെളിവ്? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഹാംലെറ്റ് ഒരു കംപ്ലീറ്റഡ് വർക്കാണ്, അത് ഫൈൻ ട്യൂൺഡ് ആണ് നിങ്ങൾ പറയുന്നു, ശരി. ഈ പറയുന്ന ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം അത് ഫൈൻ ട്യൂൺഡ് ആണെന്നുള്ളതിന് ഒരു തെളിവ്. എന്നാൽ അതല്ല എന്നുള്ളതിനുള്ള തെളിവുകൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഈ ഫണ്ടമെന്റൽ കോൺസ്റ്റൻസ് അതിൽ കോൺസ്റ്റന്റ് അല്ല എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ കാണുന്നു. പിന്നെ എവല്യൂഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ
ഇവർ പറയുന്നു ഈ പറയുന്ന ഫൈൻ ട്യൂണിംഗ് ഒക്കെ നടത്തിയത് നമുക്കിവിടെ ജീവിക്കാനുള്ള ഒരു ആന്ത്രോപിക് പ്രിൻസിപ്പിൾ, അതായത് നമ്മളുടെ കാഴ്ച, ആ കാഴ്ചപ്പാടിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. മനുഷ്യനായി നമ്മളിവിടെ നിൽക്കുന്നത് കൊണ്ട് നമ്മളാണ് ഇത് അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു എന്നുള്ളൊരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, മനുഷ്യന് ഈ ഭൂമിയിൽ തുടക്കത്തിൽ പറഞ്ഞു എത്ര ഏരിയയിൽ ജീവിക്കാൻ കഴിയും, വളരെ ചുരുങ്ങിയ ഒരു ഏരിയയിൽ മാത്രമാണ് മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. അതിൽ തന്നെ നമുക്ക് എല്ലായിടത്തും ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു ഉദാഹരണം പറയാം. 2 കൂട്ടം ആളുകൾ, ഒന്ന് ഷെർപ്പകൾ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, 2 ഇന്തോനേഷ്യയിലുള്ള ബജാവു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബജാവു പീപ്പിൾ എന്ന് വിളിക്കുന്ന മറ്റൊരു കൂട്ടം ആളുകൾ. ഈ 2 പേരുടെയും ഒരു ജീവിതം നമ്മൾ എടുക്കുക. അവർ 2 പേരും മനുഷ്യന്മാരാണ്, ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ഹോമോസാപ്പിയൻസ് തന്നെയാണ്, 2 പേരും ഹോമോസാപ്പിയൻസ് തന്നെയാണ്, നമ്മളെ പോലെ തന്നെയാണ്. നമ്മളുടെ എല്ലാ ക്രോമസോം ഒക്കെ കറക്റ്റ്, എല്ലാം ഒരേപോലെ. പക്ഷേ ഈ ബജാവോ പീപ്പിൾ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവർ സീ നൊമാഡ്സ് എന്നുള്ള രീതിയിലാണ് അറിയുക. എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ പോവുക, വെള്ളത്തിൽ മുങ്ങുക, മീൻ പിടിക്കുക, അത് വിൽക്കുക, അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. നമുക്ക് വെള്ളത്തിൽ മുങ്ങി കിടന്നാൽ എത്ര മിനിറ്റ് നേരം നമുക്ക് ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റും? എത്ര മിനിറ്റ്? 5 മിനിറ്റ് ഒക്കെ നിൽക്കാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരെങ്കിലും? 5 മിനിറ്റ്സ്? ഇല്ല. ഈ ബജാവോ പീപ്പിൾ എത്ര മിനിറ്റ് നിൽക്കുന്നു എന്നുള്ളതൊന്ന് ഗസ് ചെയ്യാവോ ആരെങ്കിലും? ഉറക്കെ പറയാവോ? 15 മിനിറ്റ്. ഗൂഗിൾ നോക്കിയിട്ടുണ്ടാവും അല്ലേ? ചാറ്റ് GPT ആണ്, അത് ഓർമ്മിപ്പിക്കരുത്, വേറെ എന്തുവേണേലും ഓർമ്മിപ്പിച്ചോ. 15 മിനിറ്റ്, റഫലി പറഞ്ഞ 13 മിനിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് പോലും കഷ്ടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. ഇപ്പോൾ തീരെ നീന്തലൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും മരിച്ചു പോകും. പക്ഷെ ബജാവോ പീപ്പിൾ, ആ കൂട്ടത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് പോലും വെള്ളത്തിൽ മുങ്ങിയാൽ ഒരു 13 മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ശരീരം ഇവോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ തിരിച്ച് ചിന്തിക്കാം, ഈ പറയുന്ന ഫൈൻ ട്യൂൺഡ് ആണ് എന്നുണ്ടെങ്കിൽ, അത് മനുഷ്യന് വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ പേരിലാണ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ, ഈ നമ്മളാണോ ബജാവോ പീപ്പിളാണോ കൂടുതൽ ആരാധിക്കേണ്ടി വരിക? ആരാണ് കൂടുതൽ നന്ദി കാണിക്കേണ്ടി വരിക? ഇതൊന്നും ആലോചിക്കണ്ടേ? അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ഇനി ഷെർപ്പകളുടെ കാര്യം എടുക്കുക. ഇവർക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ബജാവോ പീപ്പിൾ ആയാലും ഷെർപ്പകൾക്കായാലും നമ്മളിൽ നിന്ന് വ്യത്യാസം വന്നത്? ഷെർപ്പകൾ ജീവിക്കുന്നത് ഓക്സിജൻ ലെവൽ കുറവുള്ള സ്ഥലത്ത്, അതായത് ഉയരം കൂടിയ സ്ഥലത്താണ് അവർ ജീവിക്കുന്നത്. ഹിമാലയ, സാനുക്കൾ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്. അവിടെ ഓക്സിജൻ്റെ എയർ പ്രഷർ കുറയുമ്പോൾ, ആ പ്രഷറിൽ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ ശ്വാസം വലിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അത്ര അവർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഹിമാലയ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന പറയുമ്പോൾ വലിയ ഒരു ട്രെയിനിങ്ങും പീരീഡൊക്കെ എടുക്കണമെന്ന് പറയുന്നതാണ്. പക്ഷെ അവർക്ക് അത് വളരെ കൂളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ ഒക്കെ, കൂളായിട്ട് കയറിപ്പോകും. നമ്മളെയൊക്കെ പൊക്കിക്കൊണ്ട് പോകുന്നവരാണ്. നമ്മൾ മല കയറാൻ പോയിട്ട് തല ഇറങ്ങി വീഴുമ്പോൾ നമ്മളെ താങ്ങിക്കൊണ്ട് നടക്കുന്നവരാണ്. അവരുടെ ശരീരവും മാറിയിരിക്കുന്നു. എങ്ങനെ? ആ കുറഞ്ഞ അളവുള്ള ഓക്സിജനിലും അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു അക്ലമറ്റൈസേഷൻ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നു? പറയുമ്പോൾ നമ്മളും ഹോമോസാപ്പിയൻ, അവരും ഹോമോസാപ്പിയൻ. നമുക്ക് വേണ്ടിയിട്ട് ഫൈൻ ട്യൂൺ ചെയ്തു എന്ന് പറയുന്നത്. പക്ഷേ ഷെർപ്പയെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, ഈ പറയുന്ന ബജാവോ പീപ്പിളിനെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഫൈൻ ട്യൂൺ എന്ന് പറയുന്നതിൽ ഈ പടച്ചോൻ, അത് ദൈവം ആരും ആയിക്കോട്ടെ, അവിടെ ഒരു കൈക്കൂലി ഇവർ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി കൂടുതൽ ഇത് ഫൈൻ ട്യൂൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അവർ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടാണോ അവർക്ക് ഫൈൻ ട്യൂൺ? എന്നാൽ നിങ്ങൾ കുറച്ചധികം പ്രാർത്ഥിച്ചിട്ട് ഇരിക്കട്ടെ, ഇതാണോ? അല്ല. അപ്പോൾ ഇവിടെയാണ് ഈ എവല്യൂഷൻ കൂടി കടന്നു വരുമ്പോൾ ഈ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് അത് അടിമുടി തോൽവിയായിട്ട് മാറുന്നത് അവിടെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൺസെപ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞു എവല്യൂഷൻ എന്ന് പറയുന്ന സാധനം ഇന്ന് എതിർക്കാൻ പറ്റാത്ത അത്ര അളവിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി പോയിട്ടുള്ളൊരു ശാസ്ത്രീയ വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അവർ തൊടുന്നില്ല. അതിലൊക്കെ ഏറ്റവും എടുത്തു പറയാം, എവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഇന്ന് നമ്മുടെ കൺമുന്നിൽ കാണുന്ന തെളിവുകളായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു വെക്കുന്നത്, ഫൈൻ ട്യൂൺ ചെയ്തത് നമ്മളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അത് എല്ലാ മനുഷ്യനും ഈക്വൽ അല്ല എന്ന് വരുന്നിടത്ത് തന്നെ അത് റദ്ദാക്കുന്നത് എന്താണ്? ഈ ഫൈൻ ട്യൂൺ ആർഗ്യുമെൻറ്റിനെ തന്നെയാണ് റദ്ദാക്കുന്നത്. കാരണം അത് ഫൈൻ ട്യൂൺഡ് ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരേപോലെ കിട്ടേണ്ട കാര്യമാണ്. അതില്ല. അതിനൊപ്പമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി, ഫണ്ടമെന്റൽ കോൺസ്റ്റൻസിന്റെ കാര്യം. അതല്ലെങ്കിൽ ഇപ്പോൾ ഗോൾഡിലോക്ക് സോൺ, സൂര്യൻ്റെ ഒരു ലൈഫ് സൈക്കിൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ വർദ്ധിക്കുമ്പോൾ ഗോൾഡിലോക്ക് സോൺ ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭൂമിയൊക്കെ വിഴുങ്ങും, സൂര്യൻ്റെ അകത്തായി പോകും, നമുക്ക് പിന്നെ ജീവിക്കാൻ കഴിയും ഇല്ല. അപ്പോൾ എവിടെ പോയി? പടച്ചോൻ വേണ്ടാന്ന് വെച്ചോ? ഈ പറയുന്ന ഫൈൻ ട്യൂൺ തൽക്കാലം നിർത്താം, ഓഫാക്കാം, ഫൈൻ ട്യൂൺ ഓഫാക്കി, അങ്ങനെയാണോ?
ഇതൊക്കെയാണ് വിശ്വാസികൾ ഭയക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ മേഖലയിലേക്ക് ഒന്ന് ചർച്ച പോയാൽ അവർ പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല എന്നുള്ളതാണ്. ഇതാണ് ഈ പറഞ്ഞ സംഗതി ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. യെസ്, അടുത്തത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവശക്തനായ ഒംനിപൊട്ടൻറ്റ് ഗോഡ്, ദൈവം. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, അങ്ങനെ നിങ്ങളൊരു ദൈവത്തിൽ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇമാജിൻ സർവശക്തനായ ദൈവം നമ്മളുടെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുകയാണ്. പ്രപഞ്ചം ഉണ്ടാക്കുന്നു, പ്ലാനറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നു. എങ്കിൽ അങ്ങനെ സർവശക്തനായ ദൈവത്തിന് എന്തിനാണ് ഈ ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസിൻ്റെ ആവശ്യം? ഒന്ന്, അതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശരി, നിങ്ങൾ ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസ് ഉണ്ട് എന്ന് പറയുന്നു, എന്തിന്? അതിൻ്റെ ആവശ്യം എന്തിരിക്കുന്നു? എല്ലാ ശക്തിയുമുള്ള ഒരു ദൈവത്തിന് ഏത് നമ്പറുകൾ ഇട്ടാലും പ്രപഞ്ചം ഉണ്ടാവണ്ടേ? വർക്കാവില്ല. എന്താ കാരണം? അവിടെ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു എതിരാളി ഈ ദൈവത്തിന് മുമ്പിൽ മുട്ടി നിൽക്കും. കാരണം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒന്നും വർക്കാവാതെ ഇവിടെ ജീവൻ ഉണ്ടാവില്ല. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു അദൃശ്യ ശക്തിക്ക് ഇത് ഫോളോ ചെയ്യാൻ നിർബന്ധിതനാവുന്നു. അത് പണിയാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇതെല്ലാം അരച്ചു തേച്ച് പഠിച്ചിട്ടാണ് ഇത് മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു ധാരണയിലോട്ട് എത്തേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ ഉണ്ടാക്കിയിട്ടുള്ളതിൽ തന്നെ ഇമാജിൻ, അങ്ങനെ ഒരു സർവശക്തനായ സർവ്വവ്യാപിയായ അല്ലേ ധാർമ്മികനായ ഒരു ദൈവം ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കിയ ഡിസൈൻ തന്നെ നിങ്ങൾ നോക്കിയാലും മതി, എല്ലാത്തിലും പെശകുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഫിസിക്സ് നിയമം തെറ്റിച്ച ഒരു പ്രതിഭാസം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം ഒരു പ്രതിഭാസം. ഇതാ നോക്കൂ, ഇവിടെ കുറച്ച് തീ അല്ലേ, ഇവിടെ കത്താനായിട്ടൊന്നുമില്ല, പക്ഷെ ഒരു തീ ഒരു ഗോളമായിട്ട് നിങ്ങൾക്ക് അതിനെ ചുറ്റി വയ്ക്കുന്നു. തെർമോഡൈനാമിക്സ് തെറ്റും, തെർമോഡൈനാമിക്സ് നിയമങ്ങൾ തെറ്റും. അപ്പോൾ ഇനി കണ്ടുപിടിക്കാത്ത സാധനങ്ങളുണ്ടോ? ഉണ്ട്. ചില സാധനങ്ങൾ, ചില കാര്യങ്ങളിൽ നമുക്ക് സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ. ഒന്ന്, ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലുള്ള സിംഗുലാരിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രപഞ്ചം തുടങ്ങിയിട്ടുള്ള ബിഗ് ബാങ്ങിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കില്ല എന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ഇത്രയും കണ്ടുപിടിച്ചിട്ടുള്ള നമ്മൾ തീർച്ചയായിട്ടും ഇതേ സയൻസ് ഉപയോഗിച്ച്, ഇതേ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനുള്ള ഉത്തരങ്ങളും കണ്ടുപിടിക്കും. അതിൻ്റെ ആരുടെ ആവശ്യമില്ല? ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യമില്ല എന്ന് വേണം പറയാനായിട്ട്. ഈ ഭൂമി അല്ലാതെ മറ്റു സ്ഥലങ്ങളിലും ജീവൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഏകദേശം എത്ര ശതമാനം നമ്മൾ ഈ അന്വേഷണം നടത്തിയിട്ടുണ്ടാവും? നമുക്ക് ആകെ കാണാൻ പറ്റുന്നത് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന വലിയൊരു അല്ലെങ്കിൽ അത്ര ഭാഗം. അതായത് പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ നിമിഷം ഇത്രയും നേരം നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും, ഇത്രയും നമ്മൾ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ഗാലക്സികൾ നമ്മളുടെ കണ്ണിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞു. ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ അതിര് കടന്നു പോയി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരിക്കലും ആ ഗാലക്സികളെ കാണാനൊന്നും സാധിക്കില്ല. അപ്പോൾ യെസ്, നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നക്ഷത്ര കൂട്ടങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഒരുപാട് പ്ലാനറ്റുകളെ പറ്റി നമ്മൾ പഠിച്ചു. നമ്മൾ ആകെ അന്വേഷിക്കുന്നത് എന്താണ്? ജീവനുണ്ടോ എന്നുള്ളതാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത്. ബാക്കി കാര്യങ്ങളുമുണ്ട്, തീർച്ചയായിട്ടും പഠനങ്ങൾ നടക്കുന്നു. പക്ഷെ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ ആദ്യം തപ്പുന്നത് എന്താണ്? വെള്ളമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്ക് സാദൃശ്യമായ മറ്റൊരു പ്ലാനറ്റ് ഉണ്ടോ? അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ടാവും? വെള്ളമുണ്ടോ ഇല്ലയോ നോക്കും. തീർച്ചയായിട്ടും ജീവജാലങ്ങൾ പുറത്തോട്ട് റിലീസ് ചെയ്യുന്ന ഗ്യാസുകൾ, പല ഗ്യാസുകൾ, എക്സാമ്പിൾ ഫോസ്ഫീൻ പോലെയുള്ള ഗ്യാസുകൾ ആ പറയുന്ന പ്ലാനറ്റിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഒരു പക്ഷെ നമ്മൾ തെറ്റായ ദിശയിലാണ് നോക്കുന്നതെങ്കിലോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നോക്കാം. കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ശരീരം, മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഹൈഡ്രോ കാർബണുകളാണ്. അപ്പോൾ ആ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ശരീരമുള്ള ഒരു ജീവജാലം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അല്ലാത്തൊരു ജീവജാലമാണെങ്കിലോ, സിലിക്കൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ജീവജാലം അവിടെ ഉണ്ടെങ്കിലോ, അതിനുള്ള സാധ്യതകളുണ്ട്. എന്തിന്? സാറ്റേൺ എന്ന് പറയുന്ന നമ്മളുടെ പ്ലാനറ്റിൻ്റെ ചുറ്റും തിരിയുന്ന ടൈറ്റൻ എന്ന് പറയുന്ന ചന്ദ്രനിൽ ഈ പറയുന്ന സിലിക്കൺ പോലെയുള്ള എലമെന്റ് ഉപയോഗിച്ചിട്ടുള്ള ജീവജാലങ്ങളെ കണ്ടെത്താം. നാസ വിടാൻ പോവാണ് ഇനി അങ്ങോട്ട്, ഡ്രോണുകൾ വിടാൻ പോവാണ്. അണ്ടർ മീതെയിൻ ഡ്രോൺ. ഇവിടെ അണ്ടർ വാട്ടർ ഡ്രോൺ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ മീതെയിൻ നദികളാണ്. അതിൻ്റെ അടിയിലൂടെ ഡ്രോണുകൾ അയക്കുന്നു, എന്നിട്ട് ജീവജാലങ്ങളെ കണ്ടെത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം എങ്ങനെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ? നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള കല്ല് പോലെ ഇരിക്കുന്ന ചില ജീവജാലങ്ങളായിരിക്കും. അതായത് നമ്മളുടെ മനസ്സിലുള്ള ഒരു രൂപമേ ആയിരിക്കില്ല ജീവൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ പറയുന്ന ജീവൻ ഇറ്റ്സ് എ കാർബൺ ബേസ്ഡ് ലൈഫ്. ഇതാണ് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ഒരു ബന്ധമില്ലാത്തൊരു ജീവനായിരിക്കാം അവിടെയുള്ളത്. ഇപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പോൾ
ഒരു കാര്യം നമ്മൾ അംഗീകരിക്കുന്ന ഒരു സാധനം 13.8 ബില്യൺ ഇയേഴ്സാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടാക്കി ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്ന് പറയുന്നത്. ഒരു ദൈവം ഉണ്ടാക്കുമ്പോൾ എന്തിനാണ് ഇത്രയും സമയം? അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, ഏത് ദൈവം? അല്ല, ഡിങ്കൻ. ഡിങ്കനാണെങ്കിൽ സമയം വേണം. ഡിങ്കനാണെങ്കിൽ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നന്നായി പഠിച്ചിട്ട് മാത്രമേ ഡിങ്കൻ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതുകൊണ്ട് 13.8 ബില്യൺ വർഷങ്ങൾ, 1380 കോടി വർഷങ്ങൾ, 1380 കോടി വർഷങ്ങൾ ആയി ഇത്രയും പ്രപഞ്ചം ഉണ്ടായിട്ട്. 450 കോടി വർഷങ്ങളായി ഭൂമി ഉണ്ടായിട്ട്. അപ്പോൾ വർഷങ്ങളുടെ കാലയളവ് നിങ്ങളൊന്ന് നോക്കൂ. ഇതിൽ മനുഷ്യന് 3 ലക്ഷം വർഷങ്ങളാകെ ആയിട്ടുള്ളൂ മനുഷ്യൻ. എന്നാൽ 17 കോടി വിഹരിച്ചിട്ടുള്ള ദിനോസറുകളെ നമ്മൾ മറന്നു. അതിനെയായിരുന്നു പൂജിക്കേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും 17 കോടി വർഷങ്ങൾ ഭൂമിയിൽ വിഹരിച്ച് നടന്ന ദിനോസറുകളെ നമ്മൾ മറക്കരുത്. അതെ, അവര് എങ്ങനെ അതെ, മനുഷ്യൻ. തീർച്ചയായിട്ടും അതൊന്ന് ഞാൻ മൈക്കിലൂടെ പറയണം. മനുഷ്യൻ തന്നെയാണ് ദൈവത്തെ സൃഷ്ടിച്ചത്. ഒരു ബിഗ് അപ്ലോസ്. മനുഷ്യൻ തന്നെയാണ് ദൈവത്തെ സൃഷ്ടിച്ചത്. അതെ അതെ അതെ. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം കേട്ടോ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിലേക്ക് വരാം. തീർച്ചയായിട്ടും വരാം. ഇനി നമ്മളിത് ഓഡിയൻസിലേക്ക് പോകുന്നതിന് മുന്നേ 1-2 കാര്യങ്ങൾ കൂടി. ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന ചില എക്സ്ക്യൂസസ് ആയിട്ട് വിശ്വാസികൾ പറയുന്ന കാര്യമാണ് നമ്മൾ മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതി. അതുകൂടാതെ നമുക്കറിയില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങൾ, അത് കണ്ടെത്തണമെന്ന് പറയുന്ന സാധനം. അപ്പോൾ അവരവിടെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, വൈ നോട്ട് എ ഗോഡ് എന്നാണ്, വൈ നോട്ട് എ ക്രിയേറ്റർ? ഇതാണ് കൊണ്ടുവന്ന് വെക്കുക, എന്തുകൊണ്ടൊരു ദൈവമായിക്കൂടാ? അപ്പോൾ അവരുടെ ചോദ്യമാണ്, ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള സാധനം കണ്ടെത്തുന്നത് വരേക്കും ഇതിൻ്റെ പിന്നിലൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്? ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നതാണ് ആ ചോദ്യം. അപ്പോഴോ? തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ടീം അങ്ങനെ പോകുന്നു, ആ വഴിക്ക് പോകുന്നു. മറ്റൊരു സയൻസ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു. പല കാര്യങ്ങളും ടെസ്റ്റബിൾ അല്ലാത്ത സ്ഥലത്ത് സയൻസ് വന്ന് നിൽക്കുന്നു, അവിടെ കൊണ്ടുപോയി ദൈവത്തെ അവർ പ്രതിഷ്ഠിക്കുന്നു. ഇതാണ് ഇവരാകെ ചെയ്യുന്നത്. അതായത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ ദൈവത്തിനെ കൊണ്ടുപോയിരുത്താൻ പറ്റില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമൺ. അതിപ്പോൾ എവിടെ വരെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബയോളജിക്കൽ എവല്യൂഷനിലാണെങ്കിൽ ആദ്യത്തെ ജീവൻ എങ്ങനെ ഉണ്ടായി അറിയില്ല, അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി ദൈവത്തെ വെച്ചു. ഇനി പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, തുടക്ക നിമിഷത്തെ കാര്യത്തെ പറ്റി അറിയില്ല, അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി ദൈവത്തെ വെച്ചു. ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി ദൈവത്തെ വെച്ചു. ഇതെല്ലാം നമ്മൾ ഇനി സൊല്യൂഷൻ കണ്ടുപിടിക്കും. അപ്പോൾ അവർ പയ്യെ അവിടെ നിന്ന് മാറ്റും. ദൈവത്തെ ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കുന്ന ഒരു രംഗം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പോകുന്നതാണ്. ഇതൊക്കെ ഇനി നിങ്ങൾക്ക് കാണാൻ പോകുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഉത്തരങ്ങൾ വെച്ചിട്ട് ചാലിച്ച് ആറ്റിക്കൊടുക്കുകയാണ്. അത് നമ്മൾ സാധാരണക്കാരങ്ങടെ എടുക്കുന്നു. അങ്ങനെ ഒരു സാധനമേ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് കാണിക്കൂ. ഇത്ര ബുദ്ധിമുട്ടെന്ന് ദൈവത്തിനെന്ത് ഇത്ര നാണമാണോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇവിടെ മുമ്പിൽ വന്ന് നിൽക്കാനായിട്ട് ദൈവത്തിനെന്ത് ഇത്ര നാണമാണോ? നമ്മളുടെ ഫിസിക്സ് നിയമങ്ങളെ ഭേദിക്കുന്ന രീതിയിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു തീനാളം ഇവിടെ നിങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഇത്ര നാണാണോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെയൊന്നും വർക്കാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അവസാനമായിട്ടൊരു ചോദ്യം. നമ്മൾ സാധാരണ പറയുന്നത് ഈ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു പൗലോസിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഇതിനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ ആദ്യമായിട്ട് ഞാൻ അറിയുന്നത്. അത് ഈ ബിഗ് ബാങ് സംബന്ധിച്ചിട്ടാണ്. ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു എക്സ്പ്ലോഷൻ ആണെന്ന് പറഞ്ഞ് അവർ തുടങ്ങുകയും നമ്മളത് വിശദീകരിക്കുകയും ചെയ്തപ്പോൾ അവർ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. അതായത് ഇതിനൊരു തുടക്കം എന്ന് പറയുന്ന ഒരു സാധനം, പ്രപഞ്ചത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സംബന്ധിച്ച് അത് T=0 എന്നാണ് സാധാരണ ആളുകൾ പറയുക. ടൈം 0 ആയിരുന്നു എന്ന രീതിയിൽ. ആ ഒരു ആംഗിള് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പൗലോസ് പറഞ്ഞത്. അതൊന്ന് ആവർത്തിക്കാമോ അതിനെക്കുറിച്ചുള്ള? വ്യത്യസ്തത ഇത്രയേ ഉള്ളൂ, എനിക്കറിയില്ല. ഇതാണ് എൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്. തുടക്കം എങ്ങനെയാണെന്ന് ആരും കണ്ടുപിടിച്ചിട്ടില്ല. വി ഡോണ്ട് നോ. പക്ഷേ അങ്ങനെ ഒരു തുടക്കമുണ്ട് എന്ന് കരുതുക, അതിനെയാണ് സമയം 0-ൽ നിന്ന് തുടങ്ങി എന്ന് കരുതുന്ന ഒരു മൊമെന്റ്. അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു നിമിഷം കഴിയുമ്പോൾ, അതിനെ പ്ലാങ്ക് ടൈം എന്നാണ് ഫിസിക്സിൽ പറയുന്നത്, ആ ഒരു സമയം കഴിയുമ്പോൾ തൊട്ടുള്ള സകല കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ഈ പ്ലാങ്ക് ടൈമിന് മുമ്പ്, അതായത് ബിഗ് ബാങ് സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് എനിക്കെന്നല്ല ആർക്കും അറിയില്ല. അപ്പോൾ അവിടെ എന്ത് നമ്മൾ കൊണ്ടുപോയി വയ്ക്കും? സയൻറ്റിഫിക്കലി നമ്മൾ എന്ത് കൊണ്ടുവയ്ക്കും? പല ഹൈപ്പോത്തിസിസുകൾ കൊണ്ടുവന്ന് വെക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്.
അതിൽ ബിഗ് ബൗൺസ് തിയറി ഉണ്ട്, ബിഗ് ക്രഞ്ച് തിയറി ഉണ്ട്. അങ്ങനെ ഒരുപാട് തിയറികളല്ലേ, തിയറി എന്ന് പറയുമ്പോൾ ഹൈപ്പോത്തസിസ് ആണ് അവർ പറയുന്നത്, കൊണ്ടുവന്ന് വെക്കും. ഇതിനൊക്കെ നമുക്ക് ഉത്തരം കിട്ടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. ഈ മുമ്പ് പറഞ്ഞ പ്രാപഞ്ചിക ശക്തികളെ ഒരുമിപ്പിക്കുന്ന ഒരു സിംഗിൾ ഇക്വേഷൻ, അതിൻ്റെ പുറകിലായിരുന്നു ഐൻസ്റ്റൈനും ആൽബർട്ട് ഐൻസ്റ്റൈനും അല്ലെങ്കിൽ സ്റ്റീഫൻ ഹോക്കിംഗ് തുടങ്ങിയുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരെല്ലാം വർഷങ്ങളോളം ആ ഒരു ഒറ്റ സിംഗിൾ ഇക്വേഷൻ്റെ പുറകിലായിരുന്നു. ദ തിയറി ഓഫ് എവറിത്തിങ്, പല സിനിമകളുടെ ടൈറ്റിലായിട്ടൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഈ ഒരു ഇക്വേഷൻ്റെ പുറകിലോട്ടായിരുന്നു ഇവരെല്ലാം. പക്ഷെ ഇന്നേ വരെ അത് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അത് സോൾവ് ചെയ്യാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഇത്രയും വലിയ കണക്കുകളിൽ അല്ലെ, കണക്ക് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, ഫിസിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് നമുക്ക്. എന്തുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് നമുക്ക് അറിയാവുന്ന ഫിസിക്സ് നിയമങ്ങളിൽ രണ്ടെണ്ണം ഒരുമിച്ച് കലരുന്നില്ല. ഒന്ന് ചെറിയ ലോകങ്ങളുടെ ഉടയതമ്പുരാൻ എന്ന് വിളിക്കുന്ന ക്വാണ്ടം മെക്കാനിക്സ്, ഒന്ന് വലിയ രാജാക്കന്മാരുടെ അല്ലെ ദ എംപറർ എന്ന് വിളിക്കുന്ന ഗ്രാവിറ്റി. ഇത് രണ്ടും ഒരിക്കലും ഒത്തുപോകില്ല. ഇവിടെയാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ ആർക്കെങ്കിലും ഇന്ന് സാധിക്കുമെങ്കിൽ ദാറ്റ് വിൽ ബി ദ തിയറി ഓഫ് എവറിത്തിങ്. അപ്പോൾ അത് സോൾവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹൈപ്പോത്തസിസുകൾ വേറെ വരുന്നുണ്ട്. സ്ട്രിങ് തിയറി, എം തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹൈപ്പോത്തസിസുകളുണ്ട്. പക്ഷെ അതിനൊന്നും നമുക്ക് വ്യക്തമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് എം തിയറി. മനോഹരമായ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്, ഹൈപ്പോത്തസിസ് ആണ്, പക്ഷേ അതിനെ വിളിക്കുന്ന തിയറി എന്നാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ളത്, ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളതാണ് എം തിയറി എന്ന് പറയുന്നത്. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എം തിയറിയൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ, വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ 3 മാനങ്ങളിൽ, അതായത് സ്പേഷ്യൽ മാനങ്ങളിൽ നമ്മൾ ജീവിക്കുന്നു. സമയം എന്നത് 4-ാം മാനമായിട്ടാണ് ഫിസിക്സിൽ കണക്കാക്കുന്നതെങ്കിൽ എം തിയറി വർക്ക് ആവണമെങ്കിൽ 11 മാനം വേണം. തെളിവുകളില്ല. 1-ാം മാനം, 2-ാം മാനം, 3-ാം മാനം എന്നൊക്കെ പറയുന്നത് മുമ്പിലോട്ടും പുറകിലോട്ടും പോകുന്നത് 1-ാം മാനം. ഈ പറയുന്ന സ്റ്റേഡിയം അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ ഓടിക്കളിക്കുകയാണെങ്കിൽ അത് 2-ാം മാനം. ഇനി ചാടിക്കഴിഞ്ഞാൽ 3-ാം മാനം. അവിടെ നമുക്കറിയാവുന്ന അറിവുകൾ അവിടെ നിൽക്കുകയാണ്. പക്ഷെ ഫിസിക്സ് പുഷിയാണ്, മാത്സ് പുഷിയാണ്. എങ്ങനെ? 11 മാനങ്ങളിലോട്ട് പുഷിയാണ്. അങ്ങനെ 11 മാനങ്ങളുണ്ടെങ്കിൽ എം തിയറി വർക്കാവും. എം തിയറി വർക്കായി കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ 2 ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സും ഗ്രാവിറ്റിയും ഒന്നിക്കും. അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞാൽ ബിഗ് ബാങ്ങിന്റെ അല്ലെങ്കിൽ തുടക്കം എന്തായിരുന്നു എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഈ പറയുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് അവർ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് ഒരൊറ്റ തുടക്കമല്ല, പല പല പ്രപഞ്ചങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഈ മേഘങ്ങളുടെ മൂട്ടിലടിക്കണതാണ് ഇത് എന്നൊക്കെ പറഞ്ഞു വെച്ച ദൈവങ്ങളൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുക. ഒരു കയ്യടി. നമ്മൾ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഞാൻ വായിച്ചാൽ മതിയോ? ചോദ്യങ്ങൾ അങ്ങ് വായിക്കുകയാണ്. കുറച്ചെണ്ണം കിട്ടിയിട്ടുണ്ട്. സൂര്യൻ ഭൂമിയെ വിഴുങ്ങി ഭൂമി നശിക്കുന്നതാണ് മതഗ്രന്ഥങ്ങൾ പറയുന്ന ലോകാവസാനം എന്ന് മതവിശ്വാസികൾക്ക് വാദിച്ചുകൂടെ? ഇതാണ് ഒരു ചോദ്യം. വാദിക്കാം. തീർച്ചയായിട്ടും വാദിച്ചോളൂ. വാദിക്കുന്നതിൽ ഇപ്പം എന്താണ് തെറ്റ്? പക്ഷെ എങ്ങനെ വിഴുങ്ങി എന്ന്, വിഴുങ്ങുക എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിൽ അവസാനിപ്പിക്കുകയാണോ വേണ്ടത്? അപ്പോൾ എങ്ങനെയാണ് ഇത് വിഴുങ്ങിയതെന്നുള്ള എക്സ്പ്ലനേഷൻ പോരട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മളും വെയിറ്റിംഗ് ആണ്. ഇത് എങ്ങനെയാണ് ഭൂമി സൂര്യൻ്റെ ഉള്ളിലോട്ട് എത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. സൂര്യൻ അത്രയും വലുപ്പമാകുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും വന്നൊരു സാധനം അതിനെ ഇടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭൂമിയും ഇല്ല, സൂര്യനിലോട്ട് വീഴാനായിട്ട് ഭൂമി ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വാദിക്കാം എന്നത് മാത്രം. പക്ഷെ എങ്ങനെ കൃത്യമായി നിങ്ങൾ പറയൂ. ഇതൊരു ജനറലൈസ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഈ മലയാള മനോരമയിലും മാതൃഭൂമിയിലൊക്കെ നാളുകൾ വായിക്കുന്ന പോലെയാണ്. പുണർദം അല്ലേ, ഓരോരോ നാളുകൾ വായിച്ചിട്ട് പറയും നിങ്ങൾക്ക് നാളെ ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു എന്ന് പറയുന്നത് പോലൊക്കെ തന്നെയാണിത്. ഒരു ജനറലൈസ് സ്റ്റേറ്റ്മെന്റ് പറയും. ബട്ട് മേക്ക് ഇറ്റ് സ്പെസിഫിക്. എപ്പോൾ മഴ പെയ്യും, ഏത് സമയത്ത് മഴ പെയ്യും എന്ന് പറയുകയാണെങ്കിൽ മേക്ക് സെൻസ്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ വിഴുങ്ങൽ മാത്രമേ ഉള്ളൂ, എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എക്സ്പ്ലനേഷൻ ഇല്ലേ? അത് വേണം ഞാൻ പറയാം. അതിനൊക്കെ ഇസ്ലാം വേണം. അതായത് അതാണ് ഇസ്ലാം. ഇസ്ലാം എത്ര മനോഹരമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരു ഗ്രഹണം ഉണ്ടാകുന്ന സമയത്ത് ഇത് ലോകാവസാനമാണെന്ന് പറഞ്ഞിട്ട് പള്ളിയുടെ അകത്ത് കയറിയിട്ട് നിസ്കാരം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് വെച്ചാൽ ഈ ലോകം അവസാനിക്കുക എന്ന് പറയുന്ന ഒരു ചിന്ത ഇത് മനുഷ്യനുണ്ടായ അന്ന് പോലുള്ളതാണ്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല.
കാരണം എന്താണ്, ഇതൊരു സാധനം ഉണ്ടാക്കുന്നു, കലം ഉണ്ടാക്കുന്നു, കലം ഉടയുന്നു എന്ന് പറഞ്ഞ മാതിരി ലോകം ഉണ്ടാക്കുന്നു, ലോകം ഉടയുന്നു. ഇത് എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്ന. നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, പ്രവാചകന്റെ പാളീസായ 101 പ്രവചനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരെണ്ണമാണ് മുഹമ്മദ് നബിയുടെ മുന്നിൽ കൂടെ ഒരു കുട്ടി നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു പ്രവചനം, ഈ കുട്ടി വളർന്നു വലുതാവുന്നതിന് മുന്നേ ലോകം അവസാനിക്കുന്നു. ഇതിപ്പോൾ ആ കുട്ടി അവിടെ ഫോസിലായിട്ട് കിടക്കുകയാണ്, ഇപ്പോഴും ലോകം അവസാനിച്ചിട്ടില്ല. അപ്പം ഈ ഒരു പ്രവചനങ്ങൾ, ഇതുപോലെയുള്ള ലോകം അവസാനം എന്ന് പറയുന്ന തരത്തിലുള്ള ചിന്തകൾ, ഇതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. എല്ലാത്തിനും ഒരു എക്സ്പയറി നമ്മൾ കാണുന്നു, എല്ലാത്തിനും നമ്മൾ കാണുന്നുണ്ട്. ഒരു പഴം നമ്മൾ വാങ്ങിച്ചു വെച്ചു, അത് 2 ദിവസം കഴിയുമ്പോൾ അത് പോവും. ആപ്പിളൊക്കെ ആണെങ്കിൽ എന്തോ വാക്സ് അടിക്കണമെന്നൊക്കെയാണ് പറയണത്, പോട്ടെ, എക്സ്പയറി ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ഇത് അവസാനിക്കുക, ഇങ്ങനെ വിഴുങ്ങുക എന്നൊക്കെ പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു ചിന്തയാണ്. ഇതിനെ നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യുമ്പോഴാണ് ഇത് മതസാഹിത്യം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ആ ഒരു ലെവലിൽ നമ്മൾ കാണുക. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന പാളീസായ പ്രവചനങ്ങൾ കൂടി നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ മാറുന്നതാണ് എൻ്റെ ഒരു ഇതാണ് കുറച്ചുകൂടി എളുപ്പം. അടുത്തൊരു ചോദ്യം, ഇത് പൗലോസിന് കുറച്ചുകൂടി പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പൗലോസ് സാറിന് സർ പൗലോസ് എന്ന് വിളിക്കണം കേട്ടോ, മതപുരോഹിതരിൽ നിന്ന് പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം മതങ്ങളെയും ദൈവങ്ങളെയും നിഷേധിക്കുന്നതിനേക്കാൾ എളുപ്പം ആത്മാവിനെ നിഷേധിക്കുന്നതല്ലേ? ആത്മാവല്ലേ പുരോഹിതരുടെ ഉപജീവന മാർഗം? ആത്മാവാണോ ഉപജീവന മാർഗമല്ല, ദൈവം തന്നെയാണ്, മതം തന്നെയാണ്. പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ? മതപുരോഹിതന്മാരിൽ നിന്ന് പ്രലോഭനം ഇതുവരെ ഉണ്ടായിട്ടില്ല, കാരണം അങ്ങോട്ട് പോയാലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രായത്തിൽ നിന്ന് തന്നെ ചാടി പ്രലോഭനം ഉണ്ടാവുന്നതിന് പല പ്രലോഭനങ്ങൾ മറ്റുള്ളവരിൽ കണ്ടിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലായത് അപകടമാണ്, കുറച്ച് ചിന്തിച്ച് തുടങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ അതിനുള്ളൊരു സാധ്യത, ഒരു ഗ്യാപ്പ് കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. ആ ഗ്യാപ്പ് അവർക്ക് ഗോൾ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എടുത്ത് ചാടി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. ഇനി ആത്മാവ്, പുരോഹിതരുടെ ഏറ്റവും വലിയ ആയുധം, ഉപജീവന മാർഗം ആത്മാവല്ലേ? ഞാൻ ആലോചിച്ചിരുന്നു കേട്ടോ ഈ ഒരു കാര്യം. എന്തായാലും നമുക്ക് സയൻസ് കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കറിയാം. എന്നാൽ പിന്നെ ഒരു പണിയും കിട്ടിയില്ലെങ്കിൽ നല്ല പണി ഏതാണ്? ആത്മാവിനെ വിറ്റ് ജീവിക്കലാണ്. ഒരു സംശയമില്ല. അവിടെ തൃശ്ശൂർ റൗണ്ടിൽ പോയിട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതി അല്ലേ? നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട്, ഇഷ്ടം പോലെ പൂമാല ഇട്ട് തരാനായിട്ട് ആൾക്കാരുണ്ടാവും. പക്ഷെ പറയണം ആത്മാവ് ഉണ്ട് എന്നുള്ളത്. അപ്പം ആത്മാവില്ലാന്ന് നല്ല വ്യക്തമായിട്ടുള്ള ആൾക്കാർക്ക് തന്നെയായിരിക്കും ആത്മാവ് ഉണ്ട് എന്ന് പറയുന്നവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. കാരണം ശാസ്ത്ര നിയമങ്ങളിൽ ഒന്നിൽ പോലും ആത്മാവുണ്ടെന്ന് തെളിയിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഫിസിക്സ് തെറ്റും, തെർമോഡൈനാമിക്സ് തെറ്റും, കെമിസ്ട്രി തെറ്റും. രണ്ടാം നിയമമാണ്, തെർമോഡൈനാമിക്സിൻ്റെ രണ്ടാം നിയമമാണത്. ഞാൻ അതിലോട്ട് പോകുന്നില്ല. പക്ഷേ ആത്മാവില്ല എന്ന് പ്രൂവ് ചെയ്യാൻ തെർമോഡൈനാമിക്സിന് എൻട്രോപ്പി പ്രിൻസിപ്പിൾ കൊണ്ടുവന്നാൽ മതി. നിൽക്കില്ല, പിടിച്ചിക്കില്ല, ഓടും എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ ഇതിനെ വിറ്റ് ജീവിക്കുന്നു, അതൊരു സ്ഥലത്തേക്കൂടെ പോകട്ടെ. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ മക്കളുടെ അടുത്തും അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ അടുത്തും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. യെസ്, ഇതിൽ ഈ ആത്മാവ് എന്ന് പറയുന്നൊരു സംഗതി അതില്ല. അതെന്താണ് ജീവൻ എന്നൊക്കെ പറയുന്നത്, ആത്മാവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്താണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം നമ്മൾ ഓവം ബാങ്ക്, സ്പേം ബാങ്ക്, അതുപോലെ എംബ്രയോ ബാങ്ക് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഇവിടെയൊക്കെ ചെയ്യുന്നൊരു രീതിയുണ്ട്. അപ്പം നിങ്ങൾ ഈ ജീവനെ കൺട്രോൾ ചെയ്യുന്നു, ആത്മാവിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ ക്രയോ പ്രിസർവേഷനിൽ ചെയ്യുന്ന, അതായത് ശീതീകരിച്ച് ഇതിനെ നമ്മൾ എടുത്തു വെക്കുമ്പോൾ സംഭവിക്കണം എന്താണ്, അവിടെ ഒരു കെമിക്കൽ കമ്പോസിഷനെ നമ്മൾ ആ കമ്പോസിഷൻ മുന്നോട്ട് പോകാതെ നമ്മൾ സ്റ്റക്കാക്കി നിർത്തുകയാണ്, സ്റ്റോപ്പ് ചെയ്ത് നിർത്തുകയാണ് തണുപ്പിച്ചിട്ട്. എന്നിട്ട് നമ്മളത് സമയമാകുമ്പോൾ അതെടുത്ത് പുറത്തേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ആ NTP, നോർമൽ ടെമ്പറേച്ചർ പ്രഷർ, ആ കണ്ടീഷൻ അതിന് വേണ്ടത് എത്തുമ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ജീവൻ വന്നു, ആത്മാവ് വന്നു എന്നൊക്കെ വിളിച്ചു പോകുന്നത്. അപ്പോൾ വലിയൊരു ഓർഗാനിസത്തെ എടുത്തിട്ട് അതിൻ്റെ ജീവനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലൊരു വലിയ കോംപ്ലിക്കേഷൻ വരുന്നത്. അതേസമയം അതിനെ സിംപ്ലിഫൈ ചെയ്യാം, ഏകകോശങ്ങളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ കുറേ കൂടി എളുപ്പമാണ്. ഇതാണ് ആ ഒരു സംഗതി മനസ്സിലാക്കാൻ എളുപ്പം എന്നാണ് പറയുന്നത്. ഒരു ചോദ്യം, ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിൽ ഓക്സിജന്റെ അളവ് കുറവാണ് എന്ന് പറഞ്ഞതായി തോന്നി. അങ്ങനെയല്ല പറഞ്ഞത്, ഓക്സിജന്റെ അളവ് സെയിം തന്നെയാണ്. പക്ഷെ പ്രഷർ കുറവായതുകൊണ്ട് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മൾ വലിച്ചു കയറ്റുമ്പോൾ അവിടെ ആ ഒരു കുറഞ്ഞ പ്രഷറിൽ നമുക്കത് എടുക്കാനുള്ള സാധ്യത കുറയും. അപ്പോൾ നമ്മളുടെ NTPയിൽ വ്യത്യാസം വരുന്നുണ്ട്, ഓക്സിജൻ ക്യാരിങ് അതിനകത്ത് വേരിയേഷൻ വരും. അപ്പോൾ നമ്മളുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറയും.
അപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ട, ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ ഈ കോവിഡ് വന്ന സമയത്തൊക്കെ നിങ്ങൾ കേട്ട് കാണും, ഹാപ്പി എന്താണ് അതിനൊരു പേരുണ്ടായിരുന്നല്ലോ, ഹാപ്പി ഹൈപ്പോക്സിയ എന്ന് പറയും. അതായത് ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോയി, പക്ഷെ നിങ്ങൾ അറിയില്ല, നിങ്ങൾക്ക് ഭയങ്കര ഒരു 2 എണ്ണമൊക്കെ ഇങ്ങനെ പുകച്ച ഒരു ഫീൽ ചെയ്തായിരിക്കും ഉണ്ടാവുക. കാരണം എന്താണ്, ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ നമ്മളൊരു ഡിലീരിയസ് മൂഡിലേക്ക് പോകും. ആ ഒരു രീതിയിൽ നമ്മളത് അറിയില്ല, നമ്മൾ അറിയാതെ തന്നെ മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞ മാതിരി ഈ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന അളവ് കുറയും. അതാണ് അവിടെ സംഭവിക്കുന്നത്, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അതിൽ അല്ലാതെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവിൽ വേരിയേഷൻ ഒന്നും വരുന്നില്ല. ഉയരങ്ങൾക്കനുസരിച്ച് ഓക്സിജനിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ വലിയ വലിയ കൊടുമുടികളിലോട്ട് പോകുമ്പോൾ ഓക്സിജൻ ലെവൽ കുറവാണ്, ഹൈപ്പോക്സിയ സ്റ്റേറ്റിലോട്ട് പോകുന്നു. കാണാത്ത കാര്യങ്ങൾ കാണുന്നു, കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കുന്ന ഒരു അവസ്ഥ അവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഉണ്ടാവാം. അപ്പോൾ എന്ന് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഉടനടി ഒരു അപകടത്തിലോട്ട് പോകുന്നു എന്നല്ല, അവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അത് യൂസ്ഡ് ആണ്, അതുകൊണ്ടാണ് അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുമോ? അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് എതിരല്ലേ? ഒന്നുമില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. ഒന്നുമില്ലായ്മ അതെങ്ങനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ഈ സ്പേസ് ആണ് ഈ ഒന്നുമില്ലായ്മ എന്ന് പറയുന്നതെങ്കിൽ, അതായത് നമ്മൾ ഈ പറയുന്ന ഒരു കുറച്ച് സ്ഥലം, ഇതിൽ നിന്ന് വെളിച്ചത്തിൻ്റെ കണികകളെ നമ്മൾ മാറ്റുന്നു, ഫോട്ടോൺസ് മാറ്റുന്നു. ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള സകല റേഡിയേഷൻസും, അതായത് ഗ്രാവിറ്റി തുടങ്ങിയ എല്ലാ സാധനങ്ങളെയും മാറ്റി 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 പൊടിപടലങ്ങൾ മാറ്റുന്നു, ആറ്റമുകൾ മാറ്റുന്നു, എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്നതെന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതാണ് നമ്മൾ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഈ സ്പേസിനെയാണോ ഒന്നുമില്ലായ്മ എന്ന് വിളിക്കുന്നതെങ്കിൽ യെസ്, ആൻസർ ഈസ് ഒന്നുമില്ലായ്മയിൽ നിന്ന് സാധനങ്ങൾ വരും. മാറ്ററും ആൻറ്റി മാറ്ററും പോപ്കോൺ പൊട്ടി മുളയ്ക്കുന്ന പോലെ ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. തെളിയിച്ചതാണ് അത്. പരീക്ഷണങ്ങൾ സ്പേസിൽ നമ്മൾ പോയി തെളിയിച്ചിട്ടുണ്ട്. കാസിമീർ ഇഫക്റ്റ് പോലെയുള്ള പരീക്ഷണങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക, തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്പേസ് എന്ന് പറയുന്നത് ഒന്നുമില്ലായ്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. കാരണം സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഭാഷ കുറച്ച് കഠിനമാകാം എന്നാലും മനസ്സിലാക്കുക, ഫീൽഡുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സ്പേസിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ഫീൽഡാണ്. അതുകൊണ്ട് ഒന്നുമില്ലായ്മ എന്ന് പറയുന്നത് അതിനെയാണെങ്കിൽ അതിൽ നിന്ന് സാധനങ്ങൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി സ്പേസും ഇല്ലാത്ത അവസ്ഥ, ആബ്സല്യൂട്ട് നത്തിങ് എന്ന് പറയുന്ന ഒരവസ്ഥ, അതാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നതെങ്കിൽ വൺസ് അഗെയിൻ നമുക്കറിയില്ല. ഈ അങ്ങനെയുള്ള ഒരു ഒന്നുമില്ലായ്മയിൽ നിന്നാണോ എന്ന് ചോദിക്കുന്നത് ബിഗ് ബാങ്ങിലോട്ടാണെന്ന് പിന്നെ വീണ്ടും വിരൽ ചൂണ്ടുന്നത്. വി ഡോണ്ട് നോ. അപ്പം അറിയാത്ത കാര്യങ്ങൾ വെടിപ്പായി അറിയില്ല എന്ന് പറയുന്നു. പക്ഷേ സ്പേസ് ആണ് നിങ്ങൾ റെഫർ ചെയ്തിട്ടില്ലെങ്കിൽ വ്യക്തമായിട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, സ്പേസിൽ നിന്ന് നിങ്ങൾക്ക് മാറ്ററും ആൻറ്റി മാറ്ററും ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. എത്ര നിങ്ങൾ തുടച്ച് മാറ്റിക്കഴിഞ്ഞാലും അതിൽ നിന്ന് സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് കാണാൻ സാധിക്കും. അടുത്തൊരു ചോദ്യം, ഇത് എവല്യൂഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. സകല ജീവജാലങ്ങളുടെയും പൊതു പൂർവികരായ ലൂക്ക ഒന്ന് മാത്രമാണോ, അല്ലെങ്കിൽ ഒരുപാട് ലൂക്കകൾ ഉണ്ടായിരുന്നു? ഇതാണൊരു ചോദ്യം. അത് എന്നെക്കാളും നന്നായിട്ട് ആരിഫ് ബ്രോ പറയുന്നതായിരിക്കും നല്ലത്. അത് നമ്മളൊരു അതൊരു കൺസെപ്റ്റായിട്ട് പറയുന്നതാണ് സംഗതി. ഒരു ഒറിജിൻ ഉണ്ടായി എന്ന് പറയുന്നതിന് ശേഷം, ലൈഫിൻ്റെ ഒറിജിൻ ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അല്ലാതെ അത് ഒരെണ്ണമാണ് എന്ന് പറഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടല്ല അത് പറയുന്നത്. അപ്പോൾ അത് ഒരെണ്ണമല്ല, അത് അതിൻ്റെ ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അതിനോടൊപ്പം ഒരു ചോദ്യം കൂടിയുണ്ട്. ചില ദ്വീപുകളിൽ, ചില ഭൂവിഭാഗങ്ങളിൽ മാത്രമുണ്ടാകുന്ന ജീവികൾ ചില സ്ഥലത്ത് കാണുന്നില്ല എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ ബജാവ് കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ, അതുപോലെ ചില ജീവജാലങ്ങൾ തന്നെ വലിയ അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെ ഉണ്ടാകുന്ന ചില ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഭൂകമ്പങ്ങൾ, അതല്ലെങ്കിൽ വെള്ളപ്പൊക്കം, ഇതുപോലുള്ള വലിയ ഇവൻറ്റ്സ് ഉണ്ടാകുമ്പോൾ, മാസ് എക്സ്റ്റിങ്ഷൻ ഇവൻറ്റ്സ് പോലും ഉണ്ടാകുന്ന സമയത്ത് അതിനകത്ത് ചിലപ്പോൾ ഒരു കൂട്ടം ജീവജാലങ്ങൾ വേറൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോവുകയും അത് പിന്നീട് വേറൊരു രൂപത്തിലേക്ക് മാറുകയും, അങ്ങനെയാണ് പലപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ടാണ് ജീവജാലങ്ങൾ ആ രീതിയിലേക്ക് ഒറ്റപ്പെട്ടു പോകുന്നത് നമ്മൾ കാണാറുള്ളത്. ഓക്കെ, പൗലോസിനോട് ഒരെണ്ണം, മനുഷ്യൻ ഇതുവരെ ലാബിൽ ജീവൻ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. 2010 ജെ ക്രെയ്ഗ് വെൻഡർ ഒരു ഏകകോശ ജീവിയെ ഉണ്ടാക്കി ആ ജീവന്റെ കോഡ് എഴുതി വെച്ചിട്ടുണ്ട്, വിശദീകരിച്ച് തരുമോ എന്നാണ് ചോദ്യം. എൻ്റെ അറിവിൽ ഒരു ജീവി, അഗെയിൻ ഡെഫിനേഷൻ ഈസ് റിക്വയർഡ്. അപ്പോൾ നിങ്ങൾ എന്താണ് ആ ഒരു ജീവിയെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ജീവി അല്ലെങ്കിൽ ഒരു ജീവജാലം നമ്മളിന്ന് കാണുന്ന ലൈഫിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫോമാറ്റിലോട്ട് എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തുക. ബട്ട് ഒരു സിംഗിൾ സെല്ലുലാർ ലൈഫിൽ നിന്ന് മൾട്ടി സെല്ലുലാർ ലൈഫിലോട്ട് നമ്മൾ ലാബിൽ കൃത്യമായിട്ട് ചെയ്ത് വിജയിച്ചതാണ്. അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. അതായത് ഒരു സിംഗിൾ സെൽ, അത് ആദ്യത്തെ ഒരു ജീവൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ മൾട്ടിപ്പിൾ സെൽസ് ആയിട്ട് മാറി എന്നുള്ളതിന്
വലിയ ബുദ്ധിമുട്ടില്ല. എവല്യൂഷൻ്റെ നമ്മളെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1ഉം 2ഉം അല്ല 25 വട്ടെങ്കിലും അത് സംഭവിച്ചു കാണും ഓവർ ദ ടൈം പീരീഡ് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. കോടാനുകോടി വർഷങ്ങൾക്കുള്ളിൽ 25 വട്ടെങ്കിലും ഈ സ്പ്ലിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. അത് നമുക്ക് ലാബിൽ സുഖമായിട്ട് ചെയ്യാം. പക്ഷെ ആദ്യത്തെ ജീവൻ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ജീവന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഈ പറയുന്ന അമിനോ ആസിഡ്സ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, ന്യൂക്ലിയോടൈഡ്സ് എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാവുന്ന അറിവ്. മാറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാദിക്കാം. ഓക്കെ, അടുത്തൊരെണ്ണം. ഹൗ പ്രോബബിൾ ഇറ്റ് ഈസ് ദാറ്റ് ദ തിയറി ദാറ്റ് വിൽ റിക്കൺസൈൽ റിലേറ്റിവിറ്റി ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് വിൽ കംപ്ലീറ്റ് ഫിസിക്സ്? ഇതിനുള്ള സാധ്യതയാണ്. ഒരുപക്ഷെ നമുക്ക് ഈ പറയുന്ന നമ്മളുടെ ജീവിതകാലം ഒന്നും പോരായിരിക്കും ഇത് സോൾവ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മളുടെ മുമ്പിലുള്ള നല്ലൊരു സൊല്യൂഷൻ വരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുറകെ വരുന്ന ഒരു അണ്ണനുണ്ട്. അതാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്. ഇവനിലാണ് നമ്മുടെ പ്രതീക്ഷ. ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഡാറ്റകളെല്ലാം അതിലോട്ട് തള്ളുന്നു, അതൊരു കാൽക്കുലേഷൻ നടത്തുന്നു. അതായത് ഇന്ന് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഇരുന്ന് മില്യൺസ് ഓഫ് വർഷങ്ങൾ എടുത്ത് ചെയ്താൽ പോലും കാൽക്കുലേറ്റ് ചെയ്ത് തീരാൻ പറ്റാത്ത അത്രയും വലിയ കണക്കുകൾ ഞൊടിയിടയിൽ ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് നമുക്ക് ചെയ്തു തരും. ഇതിലാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് നമുക്ക് മുമ്പിൽ ഈ തിയറി ഓഫ് എവറിത്തിങ് തരും എന്നാണ് ഒരു പ്രതീക്ഷ. എന്ന് മാത്രമല്ല, എയ്ഡ്സിനുള്ള മരുന്നും ക്യാൻസറിനുള്ള മരുന്നും എല്ലാം ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് നമുക്ക് ഒരു പക്ഷേ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ഒരു ഈ ചോദ്യം, അതായത് ക്വാണ്ടം ഗ്രാവിറ്റിയും ജനറൽ റിലേറ്റിവിറ്റിയും ഒരുമിപ്പിക്കാൻ സാധിക്കുമോ? ഒരുപക്ഷെ മനുഷ്യന് സാധ്യമല്ലാത്ത ഈ കാര്യം മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സാൽ സാധ്യമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതൊരു ചോദ്യം. ഒരു അന്തവും കുന്തവും ഇല്ലാതെ നോ കോൺസ്റ്റൻസ് ആർ കോൺസ്റ്റൻസ് ഉള്ള ഈ ജീവിതത്തിൽ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിലോ എന്ന് തോന്നുന്നില്ലേ എല്ലാം പെർഫെക്റ്റ് ആക്കാൻ? ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തേലും അവസാനമായിട്ട് അതിൽ ഒരന്തവും കുന്തവും ഇല്ലാത്ത ജീവിതം, ഒരു കൃത്യമായിട്ടുള്ള ഒരു ജീവന് ഒരു റീസൺ നമുക്കില്ല. എന്തുകൊണ്ട് ജീവൻ ഉണ്ടായി എന്നുള്ളതിന് ഒരു കാരണവും നമുക്ക് ഇന്ന് കൊടുക്കാം. ഓരോരുത്തരും അവരുടേതായ റീസണുകൾ അവരവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതാണ് ഏറ്റവും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള നോട്ട്. നിങ്ങൾക്ക് ഒരു മുമ്പിൽ നാളെ ഇനി ഞാൻ എന്ത് ചെയ്യും, ഈ ജീവിതം എന്തിനു വേണ്ടി എന്ന് ചോദിക്കുകയാണെങ്കിൽ മേക്ക് ആൻ ഒബ്ജക്റ്റീവ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാക്കൂ. അത് ഈ പറയുന്ന മനുഷ്യരാശിക്ക് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ നിങ്ങളൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാക്കൂ, അതിനുവേണ്ടി ശക്തമായി പ്രയത്നിക്കൂ എന്നുള്ളതാണ്. അത് സയൻറ്റിഫിക്കലി ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഒരു ചോദ്യം, ഇൻഫിനിറ്റിയെ ഒന്ന് ശാസ്ത്രീയമായിട്ട് സമീപിക്കാമോ അല്ലെങ്കിൽ വിശദീകരിക്കാമോ? ഇതാണ് ഒരു ചോദ്യം. ഇൻഫിനിറ്റി മാത്തമാറ്റിക്കലി നമ്മൾ പറയുന്ന ഇൻഫിനിറ്റികൾ പല ടൈപ്പ് ഇൻഫിനിറ്റീസ് ഉണ്ട്. ഇതിൽ ഏത് ഇൻഫിനിറ്റി എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇൻഫിനിറ്റി എന്ന ഒറ്റ വാക്ക് അനന്തത എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയുമ്പോഴും അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 1, 2, 3, 4 എന്ന് എഴുതി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം അത് എവിടെ ചെന്ന് അവസാനിക്കും? അവിടെ നമ്മൾ ഇടുന്ന ഒരു പേര് ഇൻഫിനിറ്റി. അങ്ങനൊരു ഇൻഫിനിറ്റിയെ നമുക്ക് കാണാം. ഇനി ഇതിലും തമാശ, 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ തന്നെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട്. നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല. 0.1 അല്ലെങ്കിൽ 0.01, 0.001 ഇതെത്ര രീതിയിൽ എഴുതാം? ഇൻഫിനിറ്റ് രീതിയിൽ എഴുതാം. അപ്പോൾ പല ഇൻഫിനിറ്റികളാണ്. ഇനി നമുക്ക് 1/0 എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, ഇത് നമ്മൾ നോട്ട് ഡിഫൈൻഡ് എന്നാണ് നമ്മൾ പറയുന്നത്. പലപ്പോഴും മാത്സിൽ ആ ഒരു നോട്ട് ഡിഫൈൻഡ് സിറ്റുവേഷൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്ന രീതികളുണ്ട്. ഈ ആക്ച്വൽ ആൻസർ ഈസ് നോട്ട് ഡിഫൈൻഡ്, സംശയമില്ലാത്ത കാര്യമാണ്. ഇനി മുമ്പ് പറഞ്ഞ തമോഗർത്തങ്ങളുടെ ഉള്ളിൽ എന്താണ്? തമോഗർത്തങ്ങളുടെ ഉള്ളിൽ ഈ പറയുന്ന ഒരു ഇൻഫിനിറ്റിയെ നമ്മൾ കാണുന്നു. അതായത് ഇൻഫിനിറ്റ് മാസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയെപ്പറ്റി, അതല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വർക്കാവാത്ത ചില സ്ഥലങ്ങളിൽ ഒരു ഇൻഫിനിറ്റി കൊണ്ടുപോയി നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട്. ബിഗ് ബാങ്ങിന് തുടക്കം ഒരു ഇൻഫിനിറ്റിയിൽ നിന്നാകാം. അതൊക്കെ സിംഗുലാരിറ്റി കോൺസെപ്റ്റുകളാണ്. എന്നാൽ പോലും അവിടെ ഒരു ഇൻഫിനിറ്റ് മാസ് എന്നുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് എനർജി എന്നുള്ള രീതിയിലൊക്കെ അവിടെ ഒരു ഇൻഫിനിറ്റി കൊണ്ടുപോയി വയ്ക്കുന്നു. പല ടൈപ്പ് ഇൻഫിനിറ്റീസ് ആണ്. ഇതിലേതെങ്കിലാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇത് പണ്ട് കണ്ടക്ടർ പണിക്ക് പോയ പോലെ ഒരു ഫീലാണ്. ഇനി ചോദ്യം വേണ്ട കേട്ടോ. അടുത്തത്, മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യന് മാത്രം സവിശേഷ ബുദ്ധി ഉണ്ടായി ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? മനുഷ്യന് മാത്രം സവിശേഷ ബുദ്ധി ഉണ്ടായി എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ വെച്ചിട്ട് നമ്മൾ ആകെ മനുഷ്യനെ മാത്രമേ സവിശേഷ ബുദ്ധി ഉള്ളതായിട്ട് കാണുന്നുള്ളൂ. എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും മനുഷ്യന് മാത്രമേ സവിശേഷ ബുദ്ധി ഉള്ളൂ എന്നുള്ളത്? നമുക്കറിയില്ല. കാരണം മറ്റ് ഒരുപാട് പ്ലാനറ്റുകളുണ്ട്. ഇതിൽ മനുഷ്യനേക്കാളും ഇടിവെട്ട ഐറ്റംസ് ഉണ്ടാവും. അവർ മനഃപൂർവ്വമായിരിക്കും ഇങ്ങോട്ട് വരാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തം കുളമാണ് എന്ന് അവർക്കറിയാം.
ഇതിലും ഭേദം വരാത്തതാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ വരാത്തത്. ആൻഡ് വി ഹാവ് ഡിറ്റക്റ്റഡ് സോ മെനി റേഡിയോ സിഗ്നലുകൾ. നമ്മൾ പല പല റേഡിയോ സിഗ്നലുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ഇൻ്റലിജൻറ്റ് സ്പീഷീസ് അയച്ചതാണ് എന്നുള്ളതൊന്നും തെളിവ് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. പല പല സാറ്റലൈറ്റുകളാണ് അയച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനേക്കാൾ വൃത്തിയുള്ള ഏതെങ്കിലും ഒരു ഇൻ്റലിജൻറ്റ് ബീയിങ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു അത് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയൊക്കെ കുറവായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പോൾ മനുഷ്യന് ഒരു പ്രത്യേകതയും ഇല്ല. അതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലും നല്ല ഒരു ബെറ്റർ സ്പീഷീസ് ഭാവിയിൽ വരും. ഈ പറയുന്ന മതഭ്രാന്തില്ലാത്ത, മതങ്ങളില്ലാത്ത, ദൈവങ്ങളില്ലാത്ത ഒരു ബെറ്റർ സ്പീഷീസായി നമ്മൾ ഇവോൾവ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഏലിയനിൽ വിശ്വസിക്കുന്നുണ്ടോ? ഏലിയൻ അഥവാ അന്യഗ്രഹജീവി എന്നും പലരുടെയും ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക്കാണ്. എൻ്റെ അടുത്തിരിക്കുന്ന ആള് ഓക്കെ അറിയില്ല. അപ്പോൾ നമുക്കറിയില്ല ഏലിയൻ ഇനി രൂപമാറ്റം ചെയ്ത് വരാവുന്ന ഏലിയനുകൾ. എന്താണ് ഏലിയൻ? സിമ്പിൾ ലാംഗ്വേജിൽ മനസ്സിലാക്കുക. ഭൂമിക്ക് പുറമെ ഏതെങ്കിലും നിങ്ങളൊരു ജീവൻ കണ്ടു കഴിഞ്ഞാൽ അത് ഏലിയനാണ്. എങ്കിൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തെ അപേക്ഷിച്ച് നമ്മൾ ഏലിയനാണ്. ആലോചിച്ച് നോക്കൂ. കാരണം ചൊവ്വയ്ക്ക് പുറത്താണ് നമ്മൾ. അപ്പൊ ചൊവ്വയെ അപേക്ഷിച്ച് നമ്മൾ എന്താണ്? ഏലിയനാണ്. ആ ഒരു അർത്ഥത്തിൽ എന്തുണ്ട്? ഏലിയൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പച്ച ഒരു പച്ച ശരീരം, വലിയ തല, ചെവികളില്ലാത്ത ഒരു ജീവജാലത്തെയാണോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതെങ്കിൽ പോസിബിലിറ്റി ഈസ് വെരി വെരി ലെസ്, വളരെ വളരെ കുറവാണ്. പക്ഷേ ഏലിയൻ ഉണ്ടാകാനുള്ള മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നതാണല്ലോ പരിണാമത്തിൻ്റെ അടിസ്ഥാന തത്വം. മനുഷ്യൻ വൈദ്യശാസ്ത്ര രംഗത്തെ ഗവേഷണങ്ങൾ മൂലം ഫിറ്റ് അല്ലാത്ത നമുക്കിടയിൽ ദുർബലർ ആയവരെ പോലും ജീവിതം നിലനിർത്തുവാനും സന്താന പരമ്പര തുടരുവാനും അവസരമൊരുക്കുന്നു. ഇത്തരത്തിൽ ശാസ്ത്രം ഉപയോഗിച്ച് പരിണാമത്തെ സ്വാധീനിക്കുന്നത് മൂലം നമ്മുടെ ഭാവി തലമുറകൾ താരതമ്യേന ഫിറ്റ് അല്ലാതായി തീരുമോ? ഇതാണ് ചോദ്യം. ഇതിൽ ഈ ചോദ്യത്തിന് അകമ്പടിയായിട്ട് ഞാനൊരു ചെറിയൊരു കാര്യം പറയുകയാണ്. നിങ്ങൾ ചെറിയൊരു മൈക്രോ ഓർഗാനിസം ഉണ്ട്. അതിൻ്റെ പേരൊന്നും ഞാൻ പറയുകയാണ്. ടാർട്ടിഗ്രേഡ് എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസം. ഇതിന് വളരെ എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഒരു ചെറിയ മൈക്രോമീറ്റർ അല്ലെങ്കിൽ നീളം മാത്രമുള്ള ഈ ടാർട്ടിഗ്രേഡുകളെ 150 ഡിഗ്രി സെൽഷ്യസിൽ കൊണ്ടുപോയിട്ടാലും ജീവിക്കും, -270 ഡിഗ്രി സെൽഷ്യസിൽ ഇട്ടാലും അത് ജീവിക്കുന്നു. സ്പേസിൽ കൊണ്ടുപോയിട്ടാലും 10 ദിവസം നമ്മൾ സ്പേസിൽ കൊണ്ടുപോയിട്ടു അത് ജീവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇനി എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ടാർട്ടിഗ്രേഡിൻ്റെ സെല്ലുലാർ മെക്കാനിസംസ് എല്ലാം നമ്മൾ പഠിച്ച് മറ്റ് ജീവജാലങ്ങളിലോട്ട് നമ്മൾ ട്രൈ ചെയ്തു. ആൻഡ് ഇറ്റ് വർക്ക്ഡ്. അത് വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇനി നമ്മൾ നാച്ചുറലായിട്ട് കാണുന്ന ഒരു എവല്യൂഷൻ ആയിരിക്കില്ല, ഇനി ഒരു ഫോഴ്സ്ഡ് എവല്യൂഷനുള്ള സാധ്യതയാണ് ഇനി നമ്മൾ കാണുന്നത്. ഈ ടാർട്ടിഗ്രേഡിൻ്റെ എബിലിറ്റീസ് മനുഷ്യനിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്പേസിലോട്ട് നിരന്തരം യാത്രകൾ ചെയ്യാനുള്ളതാണ്, മറ്റുള്ള പ്ലാനറ്റുകളിലോട്ട് പോകാനുള്ളതാണ്. ചൊവ്വയിലോട്ട് പോകാൻ പോകുന്നു 5 വർഷത്തിനുള്ളിൽ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എക്സ്ട്രീം റേഡിയേഷൻസിനെ മറികടക്കേണ്ടി വരില്ലേ? അപ്പോൾ ഈ പറയുന്ന ടാർട്ടിഗ്രേഡിൻ്റെ സവിശേഷ ശക്തികൾ നമുക്ക് വേണ്ടി വരില്ലേ? നമ്മളത് ചെയ്തിരിക്കും. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ നമ്മളുടെ മനുഷ്യ ശരീരത്തിൽ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് ആണ് ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു വളരെ വിചിത്രമായ ഒരു ചോദ്യമാണ്. ടൈം ട്രാവൽ സാധ്യമാണോ? ഐ എം ബോൺ ഇൻ 1995. ക്യാൻ ഐ ഗോ ബാക്ക് ടു 1995? ഞാനെപ്പോഴും ആലോചിക്കല്ല, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഞാൻ 6-ാം നൂറ്റാണ്ടിലേക്ക് പോയിട്ട് ഒരാളെ കാണേണ്ട ഒരാളാണ്. ഓക്കെ, അപ്പോൾ ടൈം ട്രാവൽ സാധ്യമാണോ? ഞാൻ ഭാവിയിലോട്ടും പോകേണ്ടതായിരുന്നു. ഇവിടെ നിൽക്കാനേ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഭാവിയിലോട്ട് പോകാനും താല്പര്യം. ടൈം ട്രാവലിംഗ് മാത്തമാറ്റിക്കലി പോസിബിൾ ആണ്. ഒരു തരത്തിൽ നമ്മൾ ടൈം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭൂതകാലത്തിൽ നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പരീക്ഷണമാണ്. ഇത് വർക്കാവോ എന്നറിയില്ല. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിന്നുള്ള വെളിച്ചം എൻ്റെ ദേഹത്ത് തട്ടുന്നു, നിങ്ങളുടെ കണ്ണുകളിൽ വന്ന് പതിക്കുന്നു, റെറ്റീനയിൽ വന്ന് പതിക്കുന്നു, റോഡ് സെൽസും കോൺസെൽസും അത് ഡിറ്റക്ട് ചെയ്യുന്നു, ഒപ്റ്റിക് നെർവ് വഴി നേരെ ബ്രെയിനിലോട്ട് പോകുന്നു. ഇതെല്ലാം ഞൊടിയിടയിൽ നടക്കുന്നു. പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ എന്നെ കാണുന്നു. ഞാൻ പറയുന്നു ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ഒരു 1-2 നാനോ സെക്കൻഡുകൾക്ക് ശേഷമാണ് നിങ്ങൾ ഇതെന്നെ കാണുന്നുള്ളൂ, ഞാൻ പറയുന്നത് കേൾക്കുന്നുള്ളൂ. ചുരുക്കത്തിൽ നിങ്ങൾ കാണുന്നത് പ്രസന്റ് മൊമെന്റ് ആണോ പാസ്റ്റ് ആണോ? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കാണുന്നത് ഭൂതകാലത്തിലെ എന്നെയാണ്, എന്നെയും ആരിഫിനെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു തരത്തിൽ എന്താണ്, യു ആർ ടൈം ട്രാവലിംഗ്. നോട്ട് ജസ്റ്റ് യു, എവരി വൺ ആർ ടൈം ട്രാവലിംഗ്. അപ്പോൾ അതൊരു ടെക്നിക്കാണ്. ഫ്യൂച്ചറിലോട്ട് പോകാൻ സാധിക്കുമോ? അതിനുള്ള മെത്തേഡുകളും നമ്മുടെ കയ്യിലുണ്ട്. ഫ്യൂച്ചറിലോട്ട് പോകാവുന്ന ടെക്നിക്കുകളുമുണ്ട്. ഈ പറയുന്ന വളരെ ഗ്രാവിറ്റി കൂടിയ സ്ഥലങ്ങളിൽ നിങ്ങളൊന്ന് ഒരു ടൂർ പോയിട്ട് വരൂ.
അതായത് ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റി ഒന്നും പോരാ അതിന്, വലിയ വലിയ തമോഗർത്തങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും നന്ന്. ഒന്ന് യാത്ര ചെയ്തിട്ട് തിരിച്ചു വരൂ, ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാം. അതായത് നിങ്ങൾ യാത്ര ചെയ്ത് തിരിച്ചു വന്നത് 10 വർഷമാണെങ്കിൽ ഭൂമിയിൽ ഒരുപക്ഷെ 100 വർഷങ്ങൾ കടന്നു പോകാം. ദിസ് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷൻ എന്ന് വിളിക്കുന്ന ഒരു പ്രഹേളിക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലോട്ടും യാത്ര ചെയ്യാം. പല മെത്തേഡുകൾ വേറെയുമുണ്ട്, അതിലോട്ട് പോകുന്നില്ല. ഇത് നിങ്ങൾ ലൈവായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാസ്റ്റിലെ എന്നെയും പാസ്റ്റിലെ ആരിഫിനെയും ആണെങ്കിൽ ഫ്യൂച്ചറിലോട്ട് പോകുന്നത് വളരെ കഠിനമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് നമുക്ക് സാധ്യമല്ല. ഒരുപക്ഷെ ഒരു ടൈം മെഷീനോ അല്ലെങ്കിൽ വേം ഹോളുകൾ പോലെയുള്ള സാങ്കല്പിക കാര്യങ്ങളെല്ലാം മുമ്പിൽ വന്നു കഴിഞ്ഞാൽ പോസിബിൾ ആയിരിക്കും. ഇതൊരു നേരത്തെ നമ്മൾ എത്ര ഡയമെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞേ? 11. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അതെ, ഇനി ഒരിക്കൽ ദൈവത്തെ കണ്ടെത്താൻ കഴിയുമോ? ദൈവമില്ല എന്നതിനും ഉണ്ട് എന്നതിനും തെളിവില്ല. നാളെ ഒരിക്കൽ ഒരു ദൈവം സാധ്യമാകുമോ? ദൈവത്തെ കണ്ടെത്താൻ മനുഷ്യന് കഴിയാത്തതാണോ? മറ്റൊരു ഡയമെൻഷനിൽ ആണ് ദൈവമെങ്കിലോ? പേടിത്തൊണ്ടനായ ദൈവം കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ. നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ഈ ഡയമെൻഷനിലോട്ട് കയറി വരാതിരുന്നാൽ മതി. അല്ല, മണ്ണ് ഒഴിച്ച് മനുഷ്യനുണ്ടാക്കുന്ന ദൈവം, ശരിയാണ്. അടിമയെ തല്ലാൻ പറയുന്ന, അടിമയെ വെക്കാൻ പറയുന്ന ദൈവം ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ തെരഞ്ഞു പിടിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഡയമെൻഷനിൽ ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ഡയമെൻഷനിൽ പോയി നമ്മൾ തെരഞ്ഞു പിടിച്ച് കൊടുക്കേണ്ടത് കൊടുത്തിരിക്കും എന്നുള്ളതാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ ആദ്യം ആ ദൈവത്തിനൊരു ക്വാളിഫിക്കേഷൻ കൊടുക്കണം. ഏത് ദൈവം? ഇവിടെ 14,000 ദൈവങ്ങളുണ്ട്. ഇതിൽ ഏത് ദൈവത്തെയാണ് നിങ്ങൾ ഏത് ഡയമെൻഷനിലാണ് വെക്കുക? അതിന് ക്വാളിഫൈഡ് ആയി ഒരു ദൈവത്തെ നിങ്ങൾ പറയും, ഒരെണ്ണം, എന്നിട്ട് നമുക്ക് വെക്കാം. അതല്ല നല്ലത്. ഇതിൽ ഏത് ദൈവത്തെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ കണ്ണും മൂക്കും ഇല്ലാത്ത, ഒരു സാധനം ഉണ്ടാക്കാൻ അറിയാത്ത, ഒരു വൃത്തിക്ക് ഒരു പണിയും ചെയ്യാൻ അറിയാത്ത, ഇതുപോലെ സമയമെടുക്കുന്ന, ഇതുപോലെ തെണ്ടിത്തരങ്ങൾ ചെയ്തു വെക്കുന്ന, പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇസ്ലാമിലെ കാര്യം മാത്രമാണ് പറയുന്നുണ്ടെങ്കിൽ അടിമയെ വെക്കാൻ പറയുക, അടിമയും ഉടമയും ഒന്നുപോലെയല്ല എന്ന് പറയുക, ഭാര്യ അടിക്കാൻ പറയുക, കുട്ടികളെ ഇതേപോലെ പീഡോഫീലിയ അതിനു വേണ്ടിയിട്ട് വെക്കുക. ഇങ്ങനെ എന്തെല്ലാം മറ്റ് മതങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക, എല്ലാത്തിലും നമുക്ക് കാണാം. അപ്പം ആ ഒരു തരത്തിലുള്ളൊരു ദൈവത്തെ നിങ്ങൾ ആദ്യം ക്വാളിഫൈ ചെയ്യും, എന്നിട്ടല്ലേ നമുക്ക് ഇത് ഏത് ദൈവമാണ് ഏത് ഡയമെൻഷനിലാണെന്നൊക്കെ പറയേണ്ട കാര്യമുള്ളൂ. ഇതാണ് നമ്മളെപ്പോഴും ചോദിക്കാം. അപ്പം നമ്മൾ ആദ്യം ആ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഒരു പ്രപഞ്ച ശക്തി എന്നൊക്കെയാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഗതികെട്ട ഒരു ദൈവം ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ അഡ്രസ്സ് ചെയ്താണ്. ബിഗ് ബാങ്ങിന് ശേഷമാണോ സമയം ഉണ്ടായത്? സമയം ഇല്ലാതിരിക്കുന്ന അവസ്ഥ എങ്ങനെയാണ്? കുഡ് യു ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ? ബിഗ് ബാങ്ങിന് ശേഷം, ബിഗ് ബാങ്ങിന് മുമ്പ്, ആ ബിഗ് ബാങ് മൊമെന്റ് ഏതാണെന്ന് ഡിഫൈൻ ചെയ്യേണ്ടി വരുന്നൊരു അവസ്ഥയാണ്. ബിഗ് ബാങ് എന്ന് പറഞ്ഞൊരു മൊമെന്റ് അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇറ്റ്സ് ആൻ എക്സ്പാൻഷൻ. അതായത് ഒരു എങ്ങനെയാണ് ഇന്ന് നമ്മൾ പ്രപഞ്ചം കാണുന്ന ആ രീതിയിലോട്ട് വികസിച്ച് വരുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബിഗ് ബാങ്. അല്ലാണ്ട് ഒരു മൊമെന്റിൽ നടന്ന ഒരു സംഭവമായിട്ട് നമ്മൾ അതിനെ എടുക്കുന്നേ ഇല്ല. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതേ അല്ല ബിഗ് ബാങ്. പക്ഷേ എങ്ങനെയെല്ലാമോ ഈ പറയുന്ന മുമ്പ് ഞാൻ പറഞ്ഞ സമയം, അതായത് പ്ലാങ്ക് ടൈം എന്ന് പറയുന്ന ഒരു മൊമെന്റിന് ശേഷം നമ്മൾ കാണുന്നത് ഈ പറയുന്ന സ്പേസും ഈ പറയുന്ന സമയവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സിംഗിൾ എൻറ്റിറ്റി, സ്പേസ് ടൈം എന്ന് വിളിക്കുന്ന ഒറ്റ സിസ്റ്റമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം അതിനു മുമ്പ് സ്പേസ് വ്യത്യസ്തമായിരുന്നു, സമയം വ്യത്യസ്തമായിരുന്നു, ഇത് രണ്ടും രണ്ടായിരുന്നു. അതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ സ്പേസ് ടൈമിൻ്റെ മറ്റൊരു രൂപമായിരുന്നോ? അറിയില്ല. ഇതാണ് ഏറ്റവും നല്ല ഉത്തരം. നമുക്ക് സമയവും സ്പേസും രണ്ടും രണ്ടായിരുന്നോ എന്നും ഇത് മറ്റൊരു തരത്തിലായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്കറിയില്ല. വാട്ട് വി നോ ഈസ്, ഇന്ന് നമുക്കറിയാവുന്ന കാര്യം സ്പേസും സമയവും ഒരൊറ്റ സിംഗിൾ സെറ്റാണ്. മാസും എനർജിയും ഒരൊറ്റ സിംഗിൾ സെറ്റാണ്. ഇലക്ട്രിക്കൽ ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരൊറ്റ സിംഗിൾ സെറ്റാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഓക്കെ, ഈ ചോദ്യം എനിക്കാണ്. ലവ് ജിഹാദ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലൈവ് ജിഹാദ് എന്നാണ്, ലിവ് ജിഹാദ് എന്നാണ്, അതല്ലേ ശരി എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയാം, ലവ് ജിഹാദ് എന്ന് പറയുന്നത് ശരിക്കും ഒരു തെറ്റിദ്ധരിപ്പിക്കലാണെന്നാണ് പറയുന്നത്. നമ്മളെ ടോപ്പിക്കായിട്ട് ചേർന്ന് നിൽക്കുന്ന സാധനമല്ല. എന്നാലും ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഈ ലവ് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിലെ ഹറാമാണ്. പിന്നെ അത് വെച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ തന്നെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിളിക്കാൻ കഴിയാം മാരേജ് ജിഹാദ് എന്നോ അല്ലെങ്കിൽ ഒരു കൺവേർഷൻ ജിഹാദ് എന്നോ വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക എന്നാണ് എനിക്ക് ഒറ്റവാക്കി പറയാനുള്ളത്. ഇതാണ് നമ്മൾ ഈവൻ എൻ്റെ സ്വന്തം ജനൻ ടി വിയിൽ പോലും ഞാൻ പറയാറ് അത് തന്നെയാണ്. കാരണം ഇത് പറഞ്ഞു വെക്കുമ്പോൾ ഉടനെ നമ്മൾ അഫ്ഗാനിസ്ഥാനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ പോകുന്നത് വേറെ വിഷയമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ആ മരണം സംഭവിച്ചത് അടക്കമുള്ള വിഷയം, അതിലൊന്നും ഒരിക്കലും
യുദ്ധമൊന്നും വരുന്നില്ല, ആട് മേയ്ക്കാൻ പോലും വരുന്നില്ല, അല്ലാതെ തന്നെ സംഭവിക്കുന്നതാണ്. അവിടെ നടക്കുന്നത് എന്താണ്? മതം മാറ്റുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് പ്രണയത്തെ ഉപയോഗിക്കുന്നവരുണ്ട്. പ്രണയിച്ചതിന് ശേഷം ബ്രേക്കപ്പ് ആകാൻ വേണ്ടിയിട്ട് ഈ മതം മാറ്റം ഒരു കാരണമാക്കുക, അതിന് വേണ്ടിയിട്ട് പ്രഷറൈസ് ചെയ്യുക, അതിൽ കുട്ടികൾ പെട്ടുപോവുക, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് വേറൊരു വിഷയം. നമ്മൾ നേരത്തെ RCയുടെ ഒരു പ്രസന്റേഷൻ നടത്തിയിരുന്നു. അതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. പക്ഷേ വിളിക്കേണ്ടത്, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ വിളിക്കേണ്ടത് അതിനൊരു കൺവേർഷൻ ജിഹാദ് എന്ന് വിളിക്കുന്നതാണ് കുറേ കൂടി ശരി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേണമെങ്കിൽ നിങ്ങൾക്ക് മാരേജ് ജിഹാദ് എന്ന് വേണമെങ്കിലും വിളിക്കാം. അടുത്തൊരു ചോദ്യം, ഫണ്ടമെന്റൽ കോൺസ്റ്റൻസിന്റെ വാല്യൂ ചെറിയ ചേഞ്ചസ് ഉണ്ടായാൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഒരു ഇന്റലിജന്റ് ഡിസൈനർ ഉണ്ടാകാൻ സാധ്യതയില്ലേ? ഒരു ചോദ്യം. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കണം. ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് ഈ പറയുന്ന ഭാഷ ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന, നമ്മൾ എപ്പോഴും 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അതൊരു ഫണ്ടമെന്റൽ കോൺസ്റ്റന്റ് ആണ്. ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന പ്രപഞ്ചം ഈ അവസ്ഥയിൽ ഉണ്ടാകുമോ? അതാണ് ചോദ്യമെങ്കിൽ ആൻസർ ഇങ്ങനെ കാണുന്ന ഒരവസ്ഥയിലായിരിക്കില്ല. അതാണ് ഉത്തരം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ ചോദ്യത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം അല്ല എന്നാണ്. ഇവിടെയാണ് ഇതിൻ്റെ ട്രാപ്പ് കിടക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു സിംഗിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല. അത് ജസ്റ്റ് ഒരു അസംഷൻ മാത്രമാണ്. നിങ്ങൾ ഒരു കോൺസ്റ്റന്റ് മാറ്റുമ്പോൾ മറ്റ് കോൺസ്റ്റന്റുകളെ അതിൽ ചേഞ്ച് വരുത്തും. ഇതിലും അടിപൊളി പ്രപഞ്ചമായിരിക്കും ചിലപ്പോൾ കിട്ടാൻ പോകുന്നത്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു പ്രപഞ്ചമൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ചെറിയൊരു വ്യത്യാസം വരുത്തിക്കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സൃഷ്ടാവ് വേണ്ടേ? നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ ഒരു കോൺസ്റ്റന്റ് മാത്രം എടുത്ത് നിങ്ങൾക്ക് ചേഞ്ച് വരുത്താൻ പറ്റില്ല. കാരണം ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നിങ്ങൾ വാദിക്കുമെങ്കിലും ഈ പറയുന്ന മുമ്പ് ഞാൻ പറഞ്ഞ തിയറി ഓഫ് എവറിത്തിങ് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഫണ്ടമെന്റൽ കോൺസ്റ്റന്റുകൾക്കെല്ലാം ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അത് ബിഗ് ബാങ് ആണ്. അവിടെയെല്ലാം ഇതെല്ലാം ഒരൊറ്റ സിംഗിൾ ഇക്വേഷനിൽ കിടക്കുന്ന സാധനമാണ്. ഇത് സ്പ്ലിറ്റ് ചെയ്താണ് ഈ കണക്കിന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സാധനം എടുത്തിട്ട് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഗാലക്സികളെല്ലാം ഒരുമിച്ച് കൂടില്ലേ? അപ്പോൾ ജീവൻ ഉണ്ടാവില്ലല്ലോ. ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രപഞ്ചമെല്ലാം അകന്നകന്ന് പോവില്ലേ? അപ്പോഴും ജീവൻ ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ അസംഷനാണ് പ്രശ്നം എന്ന് ഞാൻ പറയുന്നു. ഇതിന്റെ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ചു തന്നെയാണ്, എന്നാലും ഒന്നുകൂടി നല്ലൊരു ചോദ്യമായിട്ട് തോന്നി. അതായത് ഡു യു തിങ്ക് ദ യൂണിവേഴ്സ് ഹൈപ്പോത്തിസിസ് പ്രൊവൈഡ്സ്, അതായത് മൾട്ടിവേഴ്സ് ആ ഹൈപ്പോത്തിസിസ് പ്രൊവൈഡ്സ് എ സാറ്റിസ്ഫാക്ടറി scientific explanation for fine tuning, or doesn't just shift the question to why a multiverse itself would exist? ഇവിടെ മൾട്ടിവേഴ്സ് ആണ് ഇവിടുത്തെ ചോദ്യം. പലതരം മൾട്ടിവേഴ്സുകളുണ്ട്, 6-7 മൾട്ടിവേഴ്സുകളുണ്ട്. ഇതാണ് പ്രശ്നം. ഇതിലേത് മൾട്ടിപ്പിൾ പ്രപഞ്ചം, അതാണ് ഈ മൾട്ടിവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പല ടൈപ്പ് മൾട്ടിവേഴ്സുകളുണ്ട്. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും ശരിയാകാം. നമ്മൾക്കറിയാവത്തിടത്തോളം അതിനുള്ളൊരു സാധ്യത അവിടെ നമ്മൾ വെക്കുന്നു. ഇത് സോൾവ് ചെയ്തെടുക്കേണ്ട പണി നമുക്കുണ്ട്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സോൾവ് ചെയ്തെടുക്കാനായിട്ട് വീണ്ടും ഒരു 6-7 ഹൈപ്പോത്തസിസുകളുണ്ട്. സ്ട്രിംഗ് തിയറി, എം തിയറി, സൂപ്പർ സ്ട്രിംഗ് തിയറി, സൂപ്പർ ഗ്രാവിറ്റി എന്നൊക്കെ പറയുന്ന പല പല മെത്തേഡുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്ത് എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടുന്ന എന്താണ്? മറ്റൊരു പ്രപഞ്ചത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? തീർച്ചയായിട്ടും. അതിനെങ്ങനെ കണ്ടുപിടിക്കും? അതിനാണ് വളരെ വലിയ പാർട്ടിക്കിൾ ആക്സിലറേറ്ററുകൾ വേണ്ടത്. എത്ര വലുത് നമ്മുടെ കയ്യിലുണ്ട്? 27 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ അങ്ങ് നമ്മുടെ പറയുന്ന യൂറോപ്പിലുണ്ട്. പക്ഷേ ഈ പറയുന്ന സാധനങ്ങളൊക്കെ കണ്ടുകിട്ടാൻ വേണ്ടി ആ സൈസ് പോരാ. ഇതിന് വേണ്ടത് ഭൂമിയേക്കാൾ വലിയ പാർട്ടിക്കിൾ ആക്സിലറേറ്ററുകളാണ്. അപ്പോൾ അത് നടക്കില്ല, അത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ തിയറി നമുക്ക് ഒരിക്കലും, മൾട്ടിവേഴ്സ് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റില്ലേ? പ്രൂവ് ചെയ്യാം. അപ്പോഴും മെത്തേഡുകളുണ്ട്, പല പല മെത്തേഡുകളുണ്ട്. ഇനി മറ്റൊരു സ്ഥലത്ത് ഒരു പ്രപഞ്ചമുണ്ടെങ്കിൽ അതും വികസിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രപഞ്ചവും വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയിടിക്കാം. ഈ കൂട്ടിയിടിയിൽ നിന്നുള്ള ഗ്രാവിറ്റേഷണൽ തരംഗങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഡിറ്റക്ടർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല മെത്തേഡുകളുണ്ട്. സോ മൾട്ടിവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനുള്ള സാധ്യതകൾ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടുപിടിക്കാൻ മെത്തേഡുകളുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് പുറകെ വരുന്നു. പുതിയ ഗ്രാവിറ്റേഷണൽ ഡിറ്റക്ടേഴ്സ് സ്പേസിൽ കൊണ്ടുപോയി വെക്കാൻ പോകുന്നു. ഇനി നമ്മൾ ഒരു കലക്കും. ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാനിങ്ങനെ ആലോചിച്ച് പറയാം. ഇത് എൻ്റെ മകൻ അഖിൽ പ്രവീണിൻ്റെ ചോദ്യമാണ്. മകൻ ഖത്തറിലിരിക്കുകയാണ്. ഖത്തറിലിരുന്നിട്ട് അമ്മയ്ക്ക് ചോദ്യം കൊടുത്തിരിക്കുകയാണ്. അമ്മ അത് പേപ്പറിൽ എഴുതിയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. തങ്കമണി ഇവിടെ ഉണ്ടോ? യെസ്. ഒരു നല്ലൊരു കയ്യടി കൊടുക്കാം. കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കും, നിങ്ങൾ കാണുന്നുണ്ടാവില്ല. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ പല ആളുകൾ പേപ്പറൊക്കെ എടുത്ത് വെച്ചിരുന്ന് എഴുതിയും കുറിച്ചൊക്കെയാണ് എടുക്കുന്നത്.
ലെക്ചർ ക്ലാസ്സിലിരിക്കുന്ന പോലെ. അപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചു പോവാണ്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവില്ല, അള്ളാഹു ആലം എന്ന് പറഞ്ഞു പോകുന്നത് ഒക്കെ പഠിച്ചോണ്ട് അല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ചു എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ചു പോകുന്നിടത്ത് ഇത് പഠിക്കുക മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സാധാരണ ഈ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പറയുന്ന പോലെ ഇപ്പോൾ ഈ മൾട്ടിവേഴ്സ് സ്ട്രിംഗ് തിയറി, ഇതിന് എം തിയറി എന്നൊക്കെ പറയുമ്പോൾ ഇതാർക്കും മനസ്സിലാകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് എന്ന രീതിയിലുള്ള സംഗതികൾ അതുപോലും ഇങ്ങനെ കേട്ടിരുന്ന് മനസ്സിലാക്കാനൊക്കെ ആളുകൾ വരിക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് തിങ്. ഇതൊരു വലിയൊരു മൂവ്മെൻ്റ് ആണ്. ഇത് കൂടുതൽ ആളിലേക്ക് എത്താൻ ഇത് ഇടവരട്ടെ എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആശ എന്ന് തന്നെയാണ് പറയുന്നത്. എനിവേ, മകന് ഒരു ഞാനല്ല, ഞാൻ വെറും ഹോമിയോ, ഇതാണ് ഒറിജിനൽ ഫിസിക്സ്. യെസ്, യെസ് യെസ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ഗുണം അതുകൂടി പറയാലോ. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഉത്തരവൊക്കെ അറിയാമായിരിക്കും, നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. അവിടെ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊക്കെ ചോദിക്കാറുണ്ടാവും, നമ്മൾ ഇത്രയൊക്കെ പറയുന്നു എന്നിട്ടും ഈ വിശ്വാസികൾ ഇങ്ങനെ ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും അല്ലേ, പല ആളുകൾക്കും ഉണ്ടാവും. അതൊരു കേഴ്സ് ഓഫ് നോളജ് എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വർഷങ്ങളെടുത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്കിപ്പോൾ ഒരു അഹങ്കാരമാണ്, എനിക്കിത് മനസ്സിലായി എന്നിട്ടും ബാക്കിയുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊരു ചിന്ത, അതൊരു അഹങ്കാരമായിട്ടാണ് നമ്മൾ അതിനെ എടുക്കുക. പക്ഷേ ശരിക്കും അതൊരു കേഴ്സ് ആണെന്നാ പറയാം. പക്ഷെ അവിടെ ഞാൻ നിങ്ങളോടല്ല, പൊതുവെ പറയാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ, നമ്മൾ ആ വന്ന പ്രോസസ്സ്, നമ്മൾ ആ ഉത്തരം കണ്ടെത്താൻ നമ്മൾ പോയ വഴികൾ, ആ വഴികൾ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഉത്തരങ്ങൾ എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എത്തിക്കേണ്ടത് ആ വഴികളാണ്. ഇപ്പം നമ്മളൊക്കെ ചില ആളുകൾ വിളിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മൊബൈൽ എടുക്ക്, ഗൂഗിൾ എടുക്ക്, ChatGPT എടുക്ക്, ടൈപ്പ് ചെയ്യ്, കീവേഡ് പറഞ്ഞു കൊടുക്കും. അല്ലാതെ നമ്മൾ ഉത്തരം കൊടുത്താൽ എന്താ ഉണ്ടാവുക, ഉത്തരം കൊടുത്താൽ അവർ തള്ളും, അത് ഞാൻ തള്ളി, ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്, ഇങ്ങനെ പറഞ്ഞു പോകും. പകരം നിങ്ങൾ സ്വയം അന്വേഷിക്കുന്ന ഒരു പ്രവണത അത് വർദ്ധിപ്പിച്ചാൽ, അതാണ് ഈ ശാസ്ത്രീയ മനോവൃത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത്. 51 AH കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. അതിന്റെ ബെസ്റ്റ് ഡിസ്പ്ലേ ആണ്. ഒരു കയ്യടിയും കൂടി, എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക്. ഒരു ചോദ്യം, only a few stand for science and facts, leaving behind the comfort and privileges of belief. ഞങ്ങൾ 3 പേർക്ക് among teachers, Arif, are there any common personality traits among such people who break away from tradition, or what makes a questioning mind possible? ഐശ്വര്യ, അതെന്തായിരിക്കും? കുറെ കുട്ടികളെ കാണുന്നതല്ലേ. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അതിനു മുമ്പ് എന്ന് വെച്ചാൽ കുട്ടികളുടെ ഇടയിൽ പൗലോസും ആരിഫും രവീന്ദ്രനെയൊക്കെ കാണാറുണ്ടോ? ഇതാണ് ചോദ്യം. ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വളരെ വിരളമായിട്ടുള്ള ചില പൗലോസുകളും ചില ആരിഫുകളും അവിടെ ഉണ്ടാകുമായിരിക്കാം എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും എടുക്കുക, നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം, ഇതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം. നമുക്കിത് നെക്സ്റ്റ് ജനറേഷനിലോട്ട് പാസ് ഓൺ ചെയ്യണം. അൾട്ടിമേറ്റ്ലി അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എത്ര പേർ 18 വയസ്സിന് താഴെയുള്ളവരുണ്ട് എന്ന് ഒന്ന് കൈപൊന്തിക്കാമോ? 18 വയസ്സിന് താഴെയുള്ളവർ എത്ര പേരുണ്ട്? ഒരാള് ആണേ, ഒരേ ഒരാൾ. ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഒരു കയ്യടി കൊടുക്കൂ. ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങൾ വരുമ്പോൾ വീട്ടിലുള്ള കുട്ടികളെയും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. പോസിബിൾ ആയിരിക്കില്ല. നമ്മൾ ഉസ്താദുമാര് തന്നെ ഉണ്ടോ പറയാറ്? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, ദിസ് ഈസ് ദ ഫസ്റ്റ് മൂവ്മെന്റ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിലിരിക്കുന്ന കുട്ടികളെ ആദ്യം നമ്മൾ കൊണ്ടുവരും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് വിദ്യാലയങ്ങളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും എല്ലാം കൃത്യമായിട്ട് ശാസ്ത്രീയമായി പറയുന്നുണ്ടെങ്കിലും അത് അവരാകെ കേൾക്കുന്നത്, ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ +1 +2 മാത്രമാണ്. അത് കഴിയുമ്പോൾ വീണ്ടും ട്യൂണ്ടാവും. അവരാകെ 2 വർഷമായിരിക്കും കേൾക്കുന്നത്. ചിലപ്പോൾ പാകേണ്ട വിത്ത് ഞാൻ ആ സമയം പാകിക്കാണും, അതിൽ നിന്ന് അവർ മാറിക്കാണും.
അങ്ങനെ മാറിപ്പോയിട്ടുള്ള കുറച്ച് പിള്ളേരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് സന്തോഷത്തോടു കൂടി ഞാൻ ഓർമ്മിക്കുകയാണിപ്പോൾ. കുറച്ച് പേരുള്ളൂ, ഓക്കെ, ബട്ട് അവരിൽ നിന്നായിരിക്കും അടുത്ത ചെയിൻ പോകുന്നത്. ഇറ്റ്സ് എ ചെയിൻ റിയാക്ഷൻ. അപ്പം നമ്മൾ ആ ചെയിൻ റിയാക്ഷൻ ആക്കം കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലെ വിദ്യാർത്ഥികളെ നമ്മൾ ഇത്തരം പരിപാടികളിൽ കൊണ്ടുവരണം. അവർ സയൻസ് കേൾക്കട്ടെ, എന്നിട്ട് അവർ ക്ലാസ്സിൽ പോയി ചോദിക്കട്ടെ, അവരുടെ ടീച്ചർമാരോട് ചോദിക്കട്ടെ, ഉത്തരം മുട്ടട്ടെ. അപ്പോൾ അവർ ChatGPT നോക്കട്ടെ. അപ്പോൾ അവർക്ക് വ്യക്തമായ ഉത്തരങ്ങൾ കൂടുതൽ കിട്ടും. ഇതൊരു മെത്തേഡാണ്. അപ്പം നമ്മൾ ഇനിയെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഇനിയുള്ള ഇത്തരം എസൻസ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റു പരിപാടികളിലോട്ടൊക്കെ വരുമ്പോൾ അടുത്ത ജനറേഷനിലോട്ട് ഇത് നമുക്ക് പാസ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ് വി നീഡ് ടു ഡു. അവരെയും കൊണ്ടുവരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലൊരു തടസ്സം ഉണ്ടാവുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഞാൻ ഇതിലൊരു കാര്യം പറയണം. എന്തുകൊണ്ട് കുട്ടികൾ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പാരൻസ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ പോട്ടെ, പാരൻസ് വിശ്വാസികളായിട്ടിരിക്കുകയും എന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വലിയൊരു സമൂഹം കുട്ടികളുണ്ട് പുറത്ത്. അവർക്ക് ഇവിടെ വരാൻ കഴിയാറില്ല. അതെന്തായിരിക്കും? അവര് ഫൈനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണ് ഈ പാരൻസിൽ. അപ്പോൾ അവരിവിടെ വന്ന് ഇപ്പോൾ അണ്ടകടാഹ ഒക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ട് ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഠിത്തം മുട്ടുന്നു, അവരുടെ പല കാര്യങ്ങളും മുട്ടുന്നൊരവസ്ഥ വരുമ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ കഴിയുക? അവർ ഒളിച്ചും പാത്തുമൊക്കെയാണ് നമ്മളെ കാണുക, നമ്മളെ വിളിക്കുക. പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അവരുടെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഇവിടെ എൻട്രി ഇന്ന് രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് വെച്ചതുകൊണ്ട് ഒരുപാട് ആൾക്ക് വരാൻ പറ്റി. ഇവിടെ ഒരു ഫീ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ കുട്ടികൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പൈസയല്ലേ അവരുടെ പോക്കറ്റ് മണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അത് അവർക്ക് വലിയൊരു ലിമിറ്റേഷൻ ആയിട്ട് വരികയാണ്, സ്പെൻഡ് ചെയ്യേണ്ടി. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ഓൺലൈൻ ടൂൾസാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം പറയുമ്പോൾ, നേരത്തെ നമ്മളുടെ ഇവിടെ ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നല്ലോ, ഇദ്ദേഹം അല്ലേ? യെസ്, ഓക്കെ ആണല്ലോ അല്ലേ? പേടിയാണ് ഇതാ വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഇത്രയും ABCD ഉള്ള കാര്യങ്ങളൊക്കെ പറയണത്? നമ്മൾ ഈ പറയുന്നത് ഇവിടെ ഇരിക്കുന്നവരോട് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് പോകുമ്പോൾ ഇതിൽ 1-ാം ക്ലാസ്സിലും LKG ഉള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നമ്മൾ അങ്ങനെ ഒരു ഇൻക്ലൂസിവിറ്റി ഉണ്ടെങ്കിൽ ഇത് കാര്യം നടക്കും. അല്ലാതെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളെ മാത്രം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല നമ്മൾ ഇതിനെ കാണുന്നത്. അതാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ജനറേഷനിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ മാധ്യമം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഇപ്പം ഞാൻ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമുക്കിപ്പോൾ വ്യൂ വരുന്ന ഒരു കണക്കിട് ഒരു മാസം ഏതാണ്ട് 20 മില്യൺ വ്യൂസ് ആണ് ആവറേജ് നമ്മൾ കാണാറുള്ളത്. ഈ 20 മില്യൺ വ്യൂസിൽ ഒരു 25% ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാണ്. 25% കുട്ടികൾ എന്ന് പറഞ്ഞ ചെറിയ എമൗണ്ട് അല്ല. അത് സ്വന്തമായിട്ട് ഇന്റർനെറ്റ് റീചാർജ് ചെയ്ത് എത്ര കുട്ടികൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് പോലും 25% കുട്ടികൾ. ഇനി മൊത്തം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15% ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 16-17% അടുത്താണ് സ്ത്രീകൾ ഇത് കാണുന്നത്. ബാക്കി മുഴുവൻ പുരുഷന്മാരാണ് ഇത് കാണുന്നത്. ഇനി ഏറ്റവും കൂടുതൽ കാണുന്ന ഏജ് ഗ്രൂപ്പ് ഏതാണ്? 22-25 വയസ്സ് മുതൽ ഒരു 55 വയസ്സ് വരെയുള്ള ആളുകളാണ് 60% ആളുകളും കാണുന്നത്. ഇതാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഡെമോഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതൊരു നല്ലൊരു റെപ്രസെൻറ്റേഷൻ ആയിട്ട് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. നമ്മളിവിടെ പറയുന്ന ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് ഇത് ആവർത്തന വിരസ പറയുന്ന നമ്മളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ചില വാക്കുകളൊക്കെ പറയുമ്പോൾ അത് ഇപ്പം ഞാനൊക്കെ പേറ്റന്റ് എടുത്ത മാതിരിയാണ് ആളുകൾ പറയാറുള്ളത്. ഇപ്പോൾ പിഡോഫീലിയ, ഞാൻ ആ വാക്ക് ഇനി പറയുന്നില്ല. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ് അത് പറയാതിരിക്കാൻ. എനിക്ക് തന്നെ മടുക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് വേറെ നിവൃത്തിയില്ല. അപ്പം നമ്മളിത് കാണുന്നത് എങ്ങനെയാ? ഇത് പുതിയ ബാച്ച് ആളുകൾ വരികയാണ്. ആ പുതിയ ബാച്ചിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ആളുകൾ എവിടെ പോയി? അവർ ക്വാളിഫൈഡ് ആയൊന്നും, അവർ ചിലപ്പോൾ ഇത് വിട്ടുപോയിട്ടുണ്ടാവാം, ചിലപ്പോൾ അവർ സൈലന്റ് ആയിട്ട് പോയിട്ടുണ്ടാവാം, അവർ തുടർന്ന് പുറത്തേക്ക് ചാടിയിട്ടുണ്ടാവാം. ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ ആ തെറി വിളിക്കുന്ന ആ ബാച്ച് മാറുകയാണ്. പുതിയ ബാച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടും കൂടി നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഇതിനൊരു ബിഗർ പിക്ചർ കിട്ടുക എന്നുള്ളതാണ് പ്രിയ സുഹൃത്തിനോടും കൂടി എനിക്ക് പറയാനുള്ളത്. വരാം ഓക്കെ. അപ്പോൾ അടുത്തൊരു ചോദ്യം. ബിഗ് ബാങ് ആണ് തുടക്കം എന്നതിന് പ്രൂഫ്സ് എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, റെഡ് ഷിഫ്റ്റ്, ഡോപ്ലർ ഇഫക്റ്റ് കാരണം ആണല്ലോ. ബട്ട് ഇത് തെർമോഡൈനാമിക് തിയറി ഗ്യാസ് ഇക്വേഷൻസുമായി കൂട്ടി വായിച്ചാൽ ഒരു ലോക്കൽ സ്പേസിലുള്ള എക്സ്പാൻഷൻ മാത്രമായി കണ്ടൂടെ? ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഡയറക്ട്ലി ഇൻ മൈക്ക് ടു മേക്ക് മോർ ക്ലിയർ. താങ്കളാണോ? അല്ല. ഇത് ഈ പറയുന്ന എക്സ്പാൻഷൻ നമ്മളൊരു ലോക്കൽ സ്പേസിൽ മാത്രമായി ആയിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
അല്ലാതെ ഒരു ലോക്കൽ സ്പേസിൽ മാത്രം സ്പേസ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള ഒരു രീതി അല്ല നമ്മൾ കാണുന്നത്. നമ്മൾ ഗാലക്സികളും ഒരു ഗലാക്ടിക് ക്ലസ്റ്ററും മറ്റ് ഗലാക്ടിക് ക്ലസ്റ്ററുകളുമായിട്ടുള്ള നീക്കങ്ങൾ, അതാണ് നമ്മൾ നോക്കുന്നത്. ഒരു റിലേറ്റീവ് വേഗത നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഒരു ചുറ്റുവട്ടത്തുള്ള ഗാലക്സികൾ അകന്നു പോകുന്ന വേഗത കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനപ്പുറത്തുള്ള അടുത്ത സർക്കംഫറൻസിലുള്ള ഗാലക്സികൾ അകന്നു പോകുന്ന വേഗത നമ്മൾ കണക്കിലാക്കുന്നു. ഈ കണക്ക് നമ്മൾ ചെയ്തു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അകലെയുള്ള ഗാലക്സികൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന വേഗത തൊട്ടടുത്തുള്ള ഗാലക്സികൾ അകന്നു പോകുന്ന വേഗതയേക്കാൾ കൂടുതലാണ്. ഇങ്ങനെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് ദാറ്റ് ദ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. ശരിയാണ്, തീർച്ചയായിട്ടും നമ്മൾ ഈ ഡോപ്ലർ ഷിഫ്റ്റിലൂടെ പോലെയുള്ള പരീക്ഷണങ്ങളിലൂടെ എല്ലാമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ പറയുന്ന ഈ ഒരു ലോക്കൽ സ്പേസിൽ മാത്രമായിട്ടല്ല നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒബ്സർവബിൾ യൂണിവേഴ്സ് ആണ് ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം. അതിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് തെളിവുകൾ സഹിതം മുൻപിൽ നിരത്തിയിട്ട് പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു ഫീഡ്ബാക്കാണ്, ഒന്ന് വായിച്ചേക്കാം. ഒരു അഭിപ്രായമാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ എസൻസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആദ്യം പങ്കെടുത്തത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇരങ്ങാലക്കുടയിൽ വെച്ച് നടത്തിയതിലാണ്. അന്നത്തെ പരിപാടിയിൽ ആരിഫും ചന്ദ്രശേഖറും കൂടി നടത്തിയ ഒരു ചർച്ച ചെകുത്താനെ എറിഞ്ഞ നക്ഷത്രവും, ഇന്നത്തെ ചർച്ച അണ്ടകടാഹയും. ഇത്തരം തലക്കെട്ടുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് വിഷയത്തെ പറ്റിയാണ് ഈ ചർച്ച എന്ന കാര്യത്തിൽ ഒരു വ്യക്തത തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് യൂട്യൂബിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എടുത്ത് നോക്കാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതിൻ്റെ ടൈറ്റിലിൽ കൃത്യമായിട്ട് കൊടുക്കും ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തപ്പോൾ അതിലുണ്ട് എന്താണ് ഈ തലക്കെട്ടിൽ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഡിസ്ക്രിപ്ഷനോട് കൂടിയാണ് വരുന്നത്. നമ്മൾ തംബ്നെയിൽ കണ്ടിട്ടോ ഒരു ഒരു അതിൻ്റെ ക്യാപ്ഷൻ കണ്ടിട്ടോ ഒക്കെ നമ്മളൊരു കാര്യത്തെ വിലയിരുത്തുന്നത് ശരിയല്ല. ഓക്കെ, ഇതൊരു ഹോൾ പിക്ചർ നിങ്ങൾ എടുക്കുക. അതാണ് ഞാൻ എപ്പോഴും പറയാം. ഇത് പൊതുവെ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മുസ്ലിങ്ങളെ ലോകം വെറുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പണ്ടൊരു തംബ്നെയിലിട്ടു. എല്ലാവരും കൂടി എന്നെ പഞ്ഞിക്കിട്ടു. ഞാൻ മുസ്ലിം വിരുദ്ധത പറയുന്നു എന്നുള്ളത്. സംഗതി എന്താണ്? അതിൽ മുസ്ലിങ്ങളെ വെറുക്കുന്നു എന്ന് പറയാൻ മുസ്ലിങ്ങളെ ഒരു ഇൻവേർട്ടഡ് കോമയിലാണ് ഞാൻ ഇട്ടിരുന്നത്. ഇൻവേർട്ടഡ് കോമ അവർ മറന്നു. ഒന്നാമത്തെ കാര്യം, ഈ വെറുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ എന്താ പറയുന്നത്, ആ വീഡിയോ അവർ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു തംബ്നെയിൽ കണ്ടിട്ട് നമ്മളൊരു കാര്യത്തെ ജഡ്ജ് ചെയ്യാന്ന് പറയുമ്പോൾ മിന്നുന്നതെല്ലാം പൊന്നല്ല, ഡോണ്ട് ജഡ്ജ് ദ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നൊക്കെ പറയുന്ന സാധനം അപ്പോൾ നിങ്ങൾ വിഴുങ്ങാണ്. അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്, അതിൽ ഒരു തർക്കമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് സെൽഫ് എക്സ്പ്ലനറ്ററി. അണ്ടകടാഹം എന്ന് പറയുന്ന സാധനത്തോടു കൂടി നമ്മൾ അതിനെ ഒന്ന് ഫണ്ണിയാകും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് കുറച്ചൊക്കെ ഈ ഒരു ലൈറ്ററായിട്ട് നമ്മൾ എടുക്കുക. നമ്മളെല്ലാം ഭയങ്കര സീരിയസ് ആയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈഫ് വിൽ ബി ബോറിങ്. ഓക്കെ, കുറച്ചൊക്കെ നമ്മളത് തമാശയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ഒരു 10 സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എത്ര കോമഡി സിനിമ കാണും? കുറവായിരിക്കും. അപ്പം എന്തോ തകരാറുണ്ട്. എനിക്കൊന്നും നമുക്കൊരു അടുപ്പിച്ചൊന്നും അങ്ങനെ കാണാൻ കഴിയില്ല. നമ്മൾ എല്ലാം ഇഷ്ടപ്പെടും. അതിലേറ്റവും പ്രധാനപ്പെട്ട സന്തോഷം ആയിട്ടിരിക്കാനല്ലേ നമ്മളെപ്പോഴും ചിന്തിക്കാം. നമ്മളിപ്പോൾ ഈ വിഷയം പോലും ഇതിപ്പോൾ വേണമെങ്കിൽ പൗലോസിന് ഈ വിഷയം ഒരു പ്രസന്റേഷൻ ആയിട്ട് നടത്തിയാൽ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അതാണ് ഉണ്ടാവുക. കാരണം ഇത് അത്രമാത്രം ഒന്നങ്ങോട്ടോ തെറ്റിയാണ്ടല്ലോ, അത്രമാത്രം ബോറടിക്കുന്ന ഒരു വിഷയമാണത്. അതാണ് ഇത്രയും നേരം നിങ്ങൾ ഞങ്ങനെ നോക്കുന്ന ആരെങ്കിലൊക്കെ കോട്ടുവായിട്ടുണ്ടോന്ന്. ഭാഗ്യത്തിന് ആരും കോട്ടുവായിട്ടിട്ടില്ല. അപ്പോൾ ഇതങ്ങനെ ഒരു കുഴപ്പം പിടിച്ചൊരു വിഷയമാണ് ഈ സംഗതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കെയർഫുൾ ആയിട്ട് ചെയ്യുന്നതും ആ ഒരു ഫൺ നിലനിർത്തുന്നത്. അങ്ങനെ ലേണിംഗ് വിത്ത് ഫൺ, ഇതാണ് അതിൽ സംഭവിക്കേണ്ടത്. ആ രീതിയിൽ പഠിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതൊരു മെത്തഡോളജിയാണ് ലേൺ വിത്ത് ഫൺ, അല്ലേ മാഷ് എന്ത് പറയുന്നു? തീർച്ചയായിട്ടും. പക്ഷേ നല്ലൊരു സജഷനാണ്. ഞാൻ കംപ്ലീറ്റ്ലി തള്ളിക്കളയുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും നല്ലൊരു സജഷനാണ്. മാറ്റപ്പെടേണ്ടത് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ. നേരത്തെ ചോദിച്ചതിനും കൂടി ഒരു കാര്യം പറയാം. ഈ സമയമുണ്ടല്ലോ അല്ലേ, ഒരു 5 മിനിറ്റ് കൂടി. അതായത് ഈ പൊളിറ്റിക്കൽ ഒരു പാർട്ടിയെ കുറിച്ച് നേരത്തെ ആർസിയുടെ അടുത്ത് ചോദിച്ചിരുന്നു. സത്യത്തിൽ ആ ചോദ്യം എന്നോടായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്. ശരിയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതായത് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞു, അതായത് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ തന്നെയാണ്. ഈ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെയാണ്. അത് പുറത്തുനിന്ന് ആരും കൊണ്ടുവരുന്നില്ല, അന്യഗ്രഹ ജീവികളല്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ 100 പേരുണ്ടെങ്കിൽ ഈ 100 പേരിൽ നിന്നൊരു പ്രധാനമന്ത്രി വന്നാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം സമൂഹത്തിൽ ഉണ്ടാവില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 പ്രഭാഷണങ്ങൾ ശ്രദ്ധയപ്പെട്ടു. ഒന്ന് പ്രധാനമന്ത്രി മോദി തന്നെ നടത്തിയ ഒരു പ്രഭാഷണമാണ്. നമ്മളെ സുദർശന ചക്രത്തേക്ക് വെച്ചുകൊണ്ട് ഒരു ഒരു പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ ഉപയോഗിക്കുന്നത് ശ്രീകൃഷ്ണൻ ഈ സുദർശന ചക്രം ഉപയോഗിച്ചു, സൂര്യൻ്റെ വെളിച്ചത്തെ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ
ഇൻഡയറക്ട്ലി ആ സാധനത്തിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ കഥകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു പിക്ചർ ഉണ്ട്. ഇത് നമുക്ക് വിമർശിക്കുന്നതിന് വലിയ ത്വരയാണ്, നമ്മളതൊക്കെ ചെയ്യും, ആളുകൾ അതിനെ എതിർക്കുന്നു, വളരെ മോശമായിട്ടൊക്കെ പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ VD സതീശൻ ഇതേപോലെ ഒരു പ്രഭാഷണം നടത്തി. ആള് നടത്തിയ പ്രഭാഷണം ഇസ്ലാമിന്റെ മേന്മ എന്ന് പറഞ്ഞു, ഞാൻ അറിഞ്ഞ ഇസ്ലാം എന്നോ അങ്ങനെ കണ്ടു പറഞ്ഞിട്ടൊരു ഒരു വിമർശനം. 5-8 കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്, ഒരെണ്ണം പോലും വാസ്തവമല്ല, മുഴുവൻ പറയുന്നത് തെറ്റാണ്. പക്ഷെ അത് കേട്ട് കൈയടിക്കാൻ അവിടെ ഇരിക്കുന്ന ആളുകളുണ്ട്. അത് കേട്ടിട്ട് അതിൻ്റെ വീഡിയോയുടെ താഴെ വിശ്വാസികൾ വന്നിട്ട് മാഷാ അല്ലാഹ് പറയുന്നുണ്ട്. അബ്ദുൽ VD സതീശൻ എന്നൊക്കെയാണ് ആളുകൾ വിളിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് വരെ പോവാണ്. അപ്പം നമ്മൾ ചോദിക്കുന്നത്, ഈ ഒരു കാലഘട്ടം നമ്മളിപ്പോൾ ഈ വളരുന്ന ഈ ഒരു ജനറേഷൻ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കായിരിക്കും മേൽക്കൈ കൂടുതൽ ഉണ്ടാവുക? ഈ ഒരു ലെവലിൽ പോവുകയാണ്. നമ്മളിപ്പോൾ ലിറ്റ്മസ് വരാൻ പോകുന്നു, 10,000 നമ്മൾ തികയ്ക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ 10,000 20,000 വന്നു വിചാരിക്കാം. അപ്പം എന്താ അതിൽ സൂചിപ്പിക്കുന്നത്? ഈ ചിന്ത കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആളുകൾ കൂടുതൽ സയൻസും അതുപോലെയുള്ള സാധനങ്ങളും ഈ മതത്തിൽ നിന്ന് അകന്നൊക്കെ പോവുക, കുറേ കൂടി റിയലിസ്റ്റിക് ആവുക എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. നമ്മളതാണല്ലോ പ്രതീക്ഷിക്കുന്നത്. ഇതല്ലേ നമ്മളുടെ ലക്ഷ്യം. കുറേ കൂടി റിയലിസ്റ്റിക് ആവുക, കുറേ കൂടി പീപ്പിൾ ഫ്രണ്ട്ലി ആവുക, കുറേ കൂടി ജനാധിപത്യപരമാവുക, കറപ്ഷനെതിരാവുക, സെക്യുലർ ആവുക, ഇതുപോലുള്ള കോഎക്സിസ്റ്റൻസിന്റെ പ്രിൻസിപ്പിൾസ് പൊക്കി പിടിക്കുക. ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ഇതാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ 25% 18 വയസ്സിന് താഴെയുള്ള കുട്ടി, 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ എണ്ണം ഒരു 5-10 വർഷം കഴിയുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ വളർന്നു വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റം വലുതാണ്. അപ്പോൾ ഇതൊരു ടൈം എടുക്കുന്ന പ്രൊസീജിയറാണ്. പക്ഷേ ഇതിന് നമുക്ക് ടെംപ്ലേറ്റ്സ് കൊടുക്കാൻ പറ്റും. അതാണ് ഈ എസൻസ് പോലുള്ള വേദികൾ ചെയ്യുന്നത്. ഇതിങ്ങനെയും സാധിക്കും എന്നുള്ളത്. ഇപ്പോൾ എസൻസ് ഉണ്ടായിരുന്നില്ല, ഇതുപോലെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനിപ്പോൾ ഏതെങ്കിലും മൂലയിൽ ഹോമിയോ മരുന്ന് എഴുതിയിരിക്കണ്ടാവില്ലേ, ചൊറിഞ്ഞൊറിങ്ങനൊക്കെ അതിലുണ്ടാവുക. ഇതുള്ളതുകൊണ്ടല്ലേ നമ്മളിവിടെ വന്നത്. ഇതുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഈ മതം വിട്ട് ഇവിടെ കറങ്ങി നടക്കുന്ന അവസ്ഥയിലേക്ക് വന്നത്. മതം വിട്ട് സംഗതി സ്ക്രാപ്പ് ബിസിനസ്സാണ് ഇസ്ലാമിൻ്റെ, പക്ഷെ എന്നാലും അത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നത് എങ്ങനെ? ഇത് കേട്ടിട്ട്. അപ്പോൾ അവിടെ നമുക്ക് കേഴ്സ് ഓഫ് നോളജ് വരരുത്. നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും പറ്റും എന്ന ചിന്ത അവിടെ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ സമൂഹത്തിൻ്റെ മാറ്റം അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുക. അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ചില പ്രവർത്തനങ്ങൾ വേണം. അതിലൊക്കെയാണ് ഈ ലിറ്റ്മസിനൊക്കെ വലിയ പങ്ക് വരുന്നത്. എന്ന് വെച്ചാൽ വലിയ റോളുണ്ട്. അത് ഇതേപോലെ പബ്ലിസൈസ് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയും. ഞാൻ എപ്പോഴും ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, പരസ്യം ചെയ്യണം. നമ്മൾ വീഡിയോ ഷോർട്സ് ഒക്കെ, ചെറിയ വീഡിയോസൊക്കെ ഇട്ട് അത് ചെയ്താൽ തന്നെയാണ് ആളുകളിലേക്ക് എത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നു, കാർ വാങ്ങുന്നു, പരസ്യം കണ്ടിട്ടല്ലേ നിങ്ങൾ വാങ്ങുന്നത്? എന്തുകൊണ്ട് ഈ ശാസ്ത്ര ചിന്തയ്ക്ക് ഒരു പരസ്യമില്ല? നമ്മൾ വഴി കൂടെ പോകുമ്പോൾ നമുക്കൊരു ബാനർ കാണുകയാണ്, വാക്സിൻ നിങ്ങൾ എടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മഴക്കാലമാണ്, ഫ്ലൂ വാക്സിൻ നമ്മൾ എടുക്കണം, ഹെപ്പറ്റൈറ്റിസ് A വാക്സിൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഗുണങ്ങൾ എന്തുകൊണ്ട് ഒരു പരസ്യം നമുക്ക് ചെയ്തുകൂടാ? നമ്മൾ വാക്സിനെയല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, വാക്സിനേഷനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്ന വാക്സിൻ എന്നല്ല, അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ പറയുന്നു. നന്നായിട്ട് വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പരസ്യം ചെയ്തുകൂടെ? പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്തുകൂടെ? അതേപോലെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്തു വരുമ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഇൻഫ്ലുവൻസ് സമൂഹത്തിലേക്ക് വരിക. അപ്പോൾ മാർക്കറ്റ് ചെയ്യണം, പരസ്യം ചെയ്യണം, അതിന് പണച്ചെലവുള്ള കാര്യം തന്നെയാണ്. അതിനൊക്കെയാണ് നിങ്ങൾ ഉദാരമായിട്ട് സംഭാവന ചെയ്യണമെന്ന് കൂടി പറയുന്നത്. പുറത്ത് QR കോഡ് വെച്ചിട്ടുണ്ട്, അത് എല്ലാവരും സ്കാൻ ചെയ്ത് ഒരു 500 രൂപ കൊടുത്ത് പോകണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഒരു 2 ചോദ്യം കൂടി ഉള്ളൂ. 2 ചോദ്യം കൂടി. ഓക്കെ അല്ലല്ലോ? ഒന്നുമില്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ എന്നാലും അവർക്കൊരു അപ്രീസിയേഷനാണ് ഈ ചോദ്യം നമ്മൾ വായിക്കുമ്പോഴേ. ശൂന്യതയിൽ നിന്നും മാറ്റർ ഉത്ഭവിക്കുന്നത് കൊണ്ടായിരിക്കും എന്നതിൻ്റെ എന്തെങ്കിലും ദൃശ്യവൽക്കരിക്കപ്പെട്ട ഉദാഹരണങ്ങളുണ്ടോ? റെഫറൻസ് പ്ലേസ്. ദൈവം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, സാങ്കേതിക ശാസ്ത്രം ഇങ്ങനെ വളർന്നാൽ ഭൂമിയിൽ മാലിന്യ സംസ്കരണവും ആഗോളതാപനവും മൂലം ജീവിത സാഹചര്യങ്ങൾ വളരെ വേഗം നഷ്ടപ്പെടുന്നതിനെ എങ്ങനെ തരണം ചെയ്യാം? യെസ്, ഉബൈദ്. ശൂന്യതയിൽ നിന്ന് മാറ്റർ ആൻഡ് ആൻറ്റി മാറ്റർ ഫോം ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള റെഫറൻസ് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഒറ്റ വാക്കിൽ പറയുന്നു, കാസിമിർ ഇഫക്റ്റ്. സ്പേസിൽ നമ്മൾ 2 മെറ്റാലിക് പ്ലേറ്റുകൾ വെക്കുകയും ഈ ശൂന്യതയിൽ നിന്ന് ഫോം ചെയ്യുന്ന മാറ്റർ ആൻറ്റി മാറ്ററിൻ്റെ ഡിഫറൻസ് കാരണം 2 പ്ലേറ്റുകൾ അടുക്കുന്നതായിട്ട്, സ്പേസിൽ വേറെ ഒന്നും വെച്ചിട്ടില്ല, ബട്ട് വെറും 2 മെറ്റാലിക് പ്ലേറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും ഇവൻച്വലി വന്ന് അടുക്കും എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് കാസിമിർ ഇഫക്റ്റ് എന്ന വാക്ക് നിങ്ങളൊന്ന് റെഫറൻസ് ആയിട്ട് നോക്കുക. ഇതാണ് ഏറ്റവും നല്ല ഒരു സിംഗിൾ ആൻസർ. സോ ആൻസർ ഈസ് യെസ്. മാറ്ററും ആൻറ്റി മാറ്ററും ശൂന്യത എന്ന് പറയുന്ന സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആബ്സല്യൂട്ട് നത്തിങ് അല്ല, സ്പേസിൽ നിന്ന് ഫോം ചെയ്യും.
അതിൻ്റെ രണ്ടാമത്തെ ഭാഗമുണ്ട്, ഭൂമിയിൽ മാലിന്യ സംസ്കരണവും ആഗോളതാപനവും. ജീവിത സാഹചര്യം വളരെ വേഗം നഷ്ടപ്പെടുന്നതിനെ എങ്ങനെ തരണം ചെയ്യാം? ടെലിപ്പോർട്ടേഷൻ ആണ് ഇനി മുമ്പിൽ വരുന്ന ഒരു സാധ്യത. ഇവിടെ നിന്നുള്ള സകല വേസ്റ്റും സാധനങ്ങളെല്ലാം മറ്റൊരു സ്ഥലത്തിൽ ഞൊടിയിടയിൽ ഒരു സ്വിച്ച് അമർത്തുന്നതോടുകൂടി മാറ്റുക. ചെയ്തിട്ടുണ്ടോ? ആറ്റമുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇട്രിയം ആറ്റംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കിലോമീറ്ററുകളോളം നമ്മൾ ടെലിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തോട്ട് നമ്മൾ ഈ മാറ്ററിനെ കംപ്ലീറ്റ്ലി മാറ്റി ചെയ്തിട്ടുണ്ട്. പക്ഷേ ആറ്റോമിക് സ്കെയിലുകളിൽ മാത്രമാണ് ഒരു കുറച്ചും കൂടി ഭാവിയിൽ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന വേസ്റ്റുകളെല്ലാം മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി തട്ടുന്ന ഒരു യന്ത്രം ഒരു പക്ഷേ നമുക്ക് അടുത്ത് തന്നെ കാണാൻ സാധിക്കും. വാക്ക് ടെലിപ്പോർട്ടേഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഇനി അടുത്ത കാലത്ത് യുദ്ധം എന്ന് പറയുന്നത് മറ്റേ ചൊവ്വ വേഴ്സസ് ഭൂമി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഓക്കെ, ഈ മാലിന്യം അപ്പുറത്തെ വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ മാതിരി. അവസാനത്തെ ചോദ്യമാണ് ഇത്. നമ്മളുടെ ഈ ചോദ്യം തന്നെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. എല്ലാ മതങ്ങളുടെയും വളർച്ചയ്ക്കും നിലനിൽപ്പിനും കാരണം സാധാരണ വിശ്വാസികളിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങൾക്കായി ചൂഷണം ചെയ്തെടുക്കുന്ന പണ ഇടപാടുകളല്ലേ? ഈ ചൂഷണം അവസാനിപ്പിച്ചാൽ മതങ്ങൾ താനെ നിർജീവമാകില്ലേ? അതിനെന്താണ് എളുപ്പ വഴി? ഇതാണ് ചോദ്യം. അഗസ്റ്റിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലൊരു കാര്യം ഞാൻ പറയാം. മതങ്ങൾ വളരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പണം ഉണ്ട്, ഇല്ല എന്നല്ല. പണം ഏതിനും വേണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞോളൂ QR കോഡിൻ്റെ കാര്യം. ഇത് തന്നെയാണ് അവരും ചെയ്യുന്നത്. അവരിപ്പോൾ പുതിയ വഴിപാട് കിയോസ്കുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സാധനം. അപ്പോൾ അതിൽ നമുക്ക് എടുക്കാം, അമ്പലമൊക്കെ സെലക്ട് ചെയ്യാം, QR കോഡ് വരും, സ്കാൻ ചെയ്യുന്നു, നേരെ ഓൺലൈൻ വഴിപാടാണ്. നിങ്ങളുടെ മുന്നിലും കൈ നീട്ടിയിട്ടുള്ള ഒരു പുരോഹിതയോ ഒക്കെ ഉണ്ടായിട്ടില്ലേ? പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് തിരിഞ്ഞു നടന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതിൻ്റെ പേരിലല്ലല്ലോ, നിങ്ങൾക്ക് ബോധം ഉണ്ടായതിൻ്റെ പേരിലല്ലേ? അപ്പൊ ബോധം, വിദ്യാഭ്യാസം, ഇതിനെക്കുറിച്ചുള്ള ധാരണകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ഈ പണം ഇടപാട് നടക്കുന്നത് തടഞ്ഞാലോ, അതല്ലെങ്കിൽ ഈ പറയുന്ന അമ്പലങ്ങൾക്ക് പൂട്ടിട്ടാലോ, അവരുടെ ഈ ഭണ്ഡാരപ്പെട്ടികൾ അടച്ചുപൂട്ടി അതിനകത്തൊക്കെ നമ്മൾ ഇസ്രായേൽ അവിടെ ചെയ്യുന്ന പോലെ സിമെന്റ് കോരി ഒഴിച്ചാലോ ഒന്നും ഇത് തീരാൻ പോകുന്നില്ല. ഇതിൽ പൈസ ഇടാൻ പോകുന്ന ആളുകൾ അവരുടെ തലയിലിരിക്കുന്ന മതത്തിന്റെ തീവ്രത അത് വെള്ളം ചേർത്ത് അടിക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ പോംവഴിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇല്ല, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അവസാനമായിട്ട് പറയാനുള്ളത്, ഇനി കൂടുതൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും. നമ്മളുടെ വിദ്യാർത്ഥികൾക്കും നമ്മളുടെ മക്കൾക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അടുത്ത ലിറ്റ്മസിന് എല്ലാവരെയും ഈ ഇരിക്കുന്ന ആൾക്കാരെയെങ്കിലും നമുക്ക് കാണണം. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു എഫേർട്ട് ഇടണം എന്നുള്ളതാണ്. എക്സ്പേർട്ട് ഒപ്പീനിയനുകൾ പറയുമ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടി ഒരു ധാരണ, നമ്മളിപ്പോൾ നിങ്ങളിത് കേട്ടു, നിങ്ങളുടെ വീടുകളിൽ പോയി ഈ കാര്യങ്ങൾ പറയുമായിരിക്കാം. പക്ഷെ അവർക്ക് കുറച്ചും കൂടി ഒരു ആധികാരികത തോന്നുന്നത് ഇത്തരം പരിപാടികളിൽ വന്ന് എക്സ്പേർട്സ് അതിനെപ്പറ്റി ഒപ്പീനിയൻ പറയുമ്പോഴായിരിക്കും. അതുകൊണ്ടാണ് അവരെയും കൊണ്ടുവരണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഓൺലൈനിലും വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഒരു എഫേർട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ലിറ്റ്മസ് വലിയൊരു വിജയമാക്കാം. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് നമ്മളുടെ ഇന്നത്തെ മാഷ് പൗലോസിന് വലിയ നന്ദി. ഇവിടെ ഇത്ര നേരം കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത ആളുകൾക്ക് അതിനൊക്കെ എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. ഏതായാലും ഈ ഒരു വേദി ഒരുക്കിയ എസൻസിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ഇങ്ങനെയുള്ള വേദികൾ ഇനിയും തന്നാൽ നമുക്ക് നമ്മളുടെ ഈ ഒരു പ്രവർത്തനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ ഒരുക്കമാണ് എന്നും കൂടി ഒന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.